പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ മധ്യത്തിൽ ഷെയർ ചെയ്യുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സെലിൻ ചാക്കോ ആൻറ്റിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ, അനുഗ്രഹത്തിന് കാരണമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ സെലിൻ ആൻറ്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ആൻറ്റി. അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ ആൻഡ് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാൻ ഹൂസ്റ്റണിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ടെക്സസിലെ ഒരു ബിഗ് സിറ്റിയാണ് ഹൂസ്റ്റണ്. അവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ കുടുംബം, എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ കെ.സി. ചാക്കോ. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെ ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരുടെ വിവാഹതാരാണ്. അവർ രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളെ ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ സാക്ഷ്യം പറയുവാനായിട്ട് ഇങ്ങനെയൊരു സുവർണ അവസരം പാസ്റ്റർ ഒരുക്കിയതിൽ അരോമ ടിവിയോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു പ്രിയ സെലിൻ ആൻറ്റിയെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതലിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. എനിക്ക് ഇങ്ങനെ എൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ഒരിക്കൽ ഈ സമയത്തിനായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂരും ഉടുമ്പന്നൂരിനും നടുക്ക് ഒരു കൊച്ചു ഗ്രാമമാണ് പള്ളിക്കാമുറി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളെല്ലാം കത്തോലിക്ക കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ച് വളർത്തപ്പെട്ടത്. വളരെ ഭക്തമായ ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അവധിയുള്ളപ്പോഴെല്ലാം പള്ളിയിൽ പോയി എല്ലാ ആഴ്ചയിലും കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളുന്ന ഒരു നല്ല പതിവ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് നൽകിയിരുന്നു. അതുമാത്രമല്ല, വളരെ കുടുംബത്തിലെ പ്രാർത്ഥനയിലൊക്കെ ആണേലും ഞങ്ങളെല്ലാം മുട്ടയിൽ നിന്ന് പൊന്ത എത്തിക്കുകയും കർത്താവ് മരിച്ചത് ഓർമ്മയ്ക്ക് വേണ്ടി കൈയൊക്കെ വിരിച്ച് നിന്ന്, മാതാവിനോടുള്ള പ്രാർത്ഥനയാണെന്ന് മാത്രമേ ഉള്ളൂ, കൈയൊക്കെ വിരിച്ച് നിർത്തിയാണ് ഞങ്ങളെ പ്രാർത്ഥന. അങ്ങനെ ഒരു ഭക്തിയുള്ള ഒരു മതഭക്തിയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാവിന് വളരെ ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു കന്യാസ്ത്രീയാണെന്ന് വലിയ ആഗ്രഹമുണ്ടായി. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതാണ്. എന്നാൽ മടത്തി ചേരേണ്ട സമയമായപ്പോഴത്തേനും എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പം വിവാഹിതയായി. ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ മക്കളൊക്കെ കന്യാസ്ത്രീയായി തീർന്നിരുന്നെങ്കിൽ എന്ന് വലിയൊരാഗ്രഹം, അച്ഛന്മാരാണോന്നൊക്കെ ആയിരുന്നു എൻ്റെ മാതാവിൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ 10 മക്കളാണ് ഞങ്ങൾ. അതിൽ ഞാൻ 7ാമത്തതാണ്. എൻ്റെ 5ാമത്തെ ബ്രദറ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആഗ്രഹപ്രകാരം, എൻ്റെ ബ്രദറും നല്ല ആത്മീയം എന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്ക ഭക്തി വളരെ മുതിർന്നു നിന്ന കുടുംബമാണ്. അപ്പോൾ അച്ഛനാകാൻ പോയി. അപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. എന്നാൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് സുവിശേഷം കേൾക്കുകയും കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ പട്ടണത്തിന് പഠിക്കാതെ തിരിച്ചു പോന്നു. അത് ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ അറിയാമല്ലോ, അച്ഛനാകാൻ പോയിട്ട് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ദേശത്തൊക്കെ വലിയ നാണക്കേടാണ്. എൻ്റെ അമ്മ ഇത്ര ഭക്തിയായ സ്ത്രീയുടെ മക്കള് ഇങ്ങനെ ആയെന്നൊക്കെ പറഞ്ഞ ആളുകൾ ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം അമ്മയുടെ ആഗ്രഹം ഞാൻ മടത്തി പോകുമെന്നുള്ളതായിരുന്നു അമ്മയുടെ ആഗ്രഹം. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കത്തോലിക്കയിൽ വെക്കേഷൻ ഗൈഡൻസ് ക്യാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പല കോൺഗ്രിഗേഷനിലുള്ള കന്യാസ്ത്രീകൾ വരും. അവർ വന്ന് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യും. നമുക്ക് ഇഷ്ടമാണെങ്കിൽ, ഞാൻ വളരെ താല്പര്യത്തോടെയൊക്കെയാണ് പോയത്. മദർ തെരേസയുടെ അവിടുന്ന് ഒരു ഗ്രൂപ്പ് സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പോയ താല്പര്യം അങ്ങ് മാറിയിട്ട് എനിക്ക് പ്രായം കുറവാണെന്നും കുറച്ചുകൂടി എനിക്ക് വിദ്യാഭ്യാസം വേണമെന്നൊക്കെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അമ്മയ്ക്ക് മനസ്സിലായി ഞാനിപ്പോൾ പോകാനുള്ള യാതൊരു താല്പര്യവും എനിക്കില്ല ഇപ്പം. കാരണം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എന്തോ ഒരു സംതിങ് എന്നെ അവിടെ പ്രിവെൻറ്റ് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പം
അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വലിയ വിഷമം, ഒരു മോൻ അച്ഛനാകാൻ പോയത് തിരിച്ചു വന്നു. ഒരു മകളെക്കുറിച്ച് വലിയ ആഗ്രഹം, കന്യാസ്ത്രീയാണ്. കാരണം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ഒരു 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 ദിവസത്തെ ഒരു ഉപന്യാസം എഴുതുന്ന പോലെയാണ്, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഡോക്ടർ, നേഴ്സ് പലതെല്ലാം എഴുതി. ഞാൻ മാത്രം ഞങ്ങളുടെ ക്ലാസ്സിൽ എഴുതി എനിക്കൊരു മിഷണറിയാണ്. എനിക്ക് അത്ര മിഷണറിയെ കുറിച്ചുള്ള വലിയ അറിവുകളൊന്നുമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ അമ്മയുടെ ഈ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവത്തുള്ള ഭക്തിയിലൊക്കെ മിഷണറി ആണെന്ന് ഞാൻ എഴുതിയത്. അത് കഴിഞ്ഞ് പിന്നെ അതെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തയുണ്ടായിരുന്നു. ചർച്ചിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും മാതാവിനുള്ള ഭക്തി, സൊഡാലിറ്റി അങ്ങനത്തൊക്കെയാണ് പറയുന്നത്. മിസ്റ്റർ വിശ്വ മിഷൻ ലീഗ്, അതിൻ്റെ എല്ലാം ലീഡർഷിപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ ഞങ്ങളെ അറിയുകയും ചെയ്യാം. അങ്ങനെ ഇരുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക്, ഞങ്ങളുടെ വില്ലേജിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം. കാരണം 10ാം ക്ലാസ് ആയപ്പോഴാണ് ഇടുക്കി ഡിസ്ട്രിക്ട് ഫോം ചെയ്യുന്ന, ആദ്യമായിട്ട് ഫോം ചെയ്തിട്ട് ഈ ഫാരസ്റ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡില് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഗൈഡാണ് ഞാൻ. അതുകൊണ്ട് എന്നെ പ്രസിഡന്റ് സ്കൗട്ട് അവാർഡിന് അർഹയായതുകൊണ്ട് ഞങ്ങളുടെ സ്കൂള് അന്ന് എന്നെ ഡൽഹിയിൽ പറഞ്ഞു വിട്ട് എനിക്ക് വലിയ സമ്മാനമൊക്കെ കിട്ടി. തിരിച്ച് അവിടെ വലിയ റിസപ്ഷനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലും സമീപ പ്രദേശത്തൊക്കെ എന്നെ അറിയും അവിടെ. അപ്പോൾ ഞാൻ കോളേജിൽ വന്നു കഴിഞ്ഞപ്പം എന്നെ ഓൾറെഡി എല്ലാവർക്കും ഒരുവിധമൊക്കെ ഉള്ളവർക്ക് അറിയാമായിരുന്നു. ഇവിടെ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തിരുന്നത്. എന്നാൽ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എന്നെ അവിടെ കോളേജിലെ ചെറുപുഴ ന്യൂമാൻ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആദ്യമായിട്ടാണ് അന്ന് വൈസ് ചെയർമാൻ പോസ്റ്റ് വരുന്നത്. അന്നേരം വരെ ചെയർമാനും സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂമാൻ കോളേജിലെ ആദ്യത്തെ വൈസ് ചെയർമാനാണ് ഞാൻ. കഴിവുകൊണ്ടൊന്നും ഉണ്ടായിട്ടല്ല, എങ്ങനെയോ എന്നെ രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുത്തൊന്നല്ലാതെ ഒന്നും പറയാനില്ല. അപ്പം അങ്ങനെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഞാൻ എല്ലാവരും എന്നെ സജസ്റ്റ് ചെയ്തു, രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഈ സുവോളജി, ബോട്ടണി, ബയോകെമിസ്ട്രി ഒന്നും എടുത്താൽ ശരിയാകത്തില്ല, അതിനൊക്കെ ലാഭമുണ്ട്, അതുകൊണ്ട് എക്കണോമിക്സ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സയൻസ് സബ്ജക്റ്റ് മാറ്റി എക്കണോമിക്സ് എടുത്തു. BAക്ക് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച ഭാവിയിൽ വല്ല മന്ത്രിയൊക്കെ ആയി തീരുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ആളുകളെ, രാഷ്ട്രീയക്കാരുടെ അറിയാലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ എനിക്കിങ്ങനെ എല്ലാത്തിലും ഒക്കെ ലീഡറൊക്കെ ആണെന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു വലിയ എംപ്റ്റിനെസ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് എല്ലാ സമയത്തും ഇല്ല, എന്നാൽ ചില സമയങ്ങളിൽ ഞാൻ തനിയെ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ട്. അങ്ങനെ അത് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കോളേജിൽ ഞാൻ BAക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്നൊരു ഓർഗനൈസേഷനിലെ ചില ലീഡേഴ്സ് ഞങ്ങളുടെ കോളേജിൽ കടന്നു വന്നു. അവർ പറഞ്ഞു, ഇന്റർ ഡിനോമിനേഷനാണ്, മതം മാറ്റാനൊന്നും അല്ല ഞങ്ങൾ വന്ന് സുവിശേഷം പറയുവാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കോളേജിൽ അറിയപ്പെടുന്ന ഒരാളാണല്ലോ, ഞാനും ഇത് എന്നാന്നൊന്ന് കേൾക്കാൻ വേണ്ടി ഈ പുറകിലിരിക്കുമായിരുന്നു ഞാൻ. അപ്പൊ അവിടെ കടന്നു വന്നത് നവജീവിതത്തിലെ ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിരുന്ന ജോർജ് സാമുവല്, ഒരു കോട്ടയത്ത് നിന്നൊരു അലക്സാണ്ടർ കുര്യൻ, പിന്നെ ഈ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിലെ ചില പ്രൊഫസേഴ്സ്, ഇവരൊക്കെയാണ് കടന്നു വന്നിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സുവിശേഷം ബൈബിൾ പിടിച്ച് പ്രസംഗിക്കുന്നത്. അച്ഛനും കന്യാസ്ത്രീകളും അല്ലാതെ വേറെ എങ്ങും ഇങ്ങനെ പ്രസംഗം ഒരിക്കലും കേട്ടിട്ടില്ല. അപ്പൊ അന്ന് അദ്ദേഹം പ്രസംഗിച്ചു, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അരി, തുണി, പണിയൊന്നുമല്ല, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രോബ്ലം പാപമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്ലോറോഫോം കണ്ടുപിടിച്ച സിംപ്സണോട് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താന്ന് സയന്റിസ്റ്റിന്റെ ഒരു കോൺഫറൻസിൽ യൂറോപ്പിൽ വെച്ച് നടന്നപ്പോൾ ചോദിച്ചു. അപ്പം എല്ലാവരും വലിയ ഡിസ്കവറി ചെയ്തവരാണ് കടന്നു വന്നിരുന്നത്. ബാക്കി എല്ലാവരും അവരവരെ കണ്ടുപിടിച്ചതൊക്കെ പറഞ്ഞപ്പോൾ സിംപ്സൺ പറഞ്ഞു, ഞാനൊരു പാവിയാണെന്ന് കണ്ടുപിടിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം അത് പ്രസംഗിച്ചു. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. ആദത്തിന്റെ അവ്വായുടെയും പാവം മുഖേനെ നമ്മളെല്ലാം പാപികളാണ്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ നമ്മൾ ഒരിക്കലും ക്രിസ്ത്യാനി ആകത്തില്ല. അദ്ദേഹം പറഞ്ഞു, കാറിൽ കിടന്നാൽ ജനിക്കുന്നതെന്ന് കരുതിയോണ്ട് നീ ഒരിക്കലും കാറാകത്തില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് എങ്കിൽ മാത്രമേ നമ്മൾ ദൈവരാജ്യത്തിൽ കടന്നു പോകത്തുള്ളൂ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അൺലെസ് യു ബോൺ അഗെയിൻ യു വിൽ നെവർ എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അതെന്നെ വളരെ ചിന്തിപ്പിക്കാൻ ഇടയായി തീർന്നു. ഞാൻ ഇത്രയും ഭക്തിയായിട്ടൊക്കെ ജീവിച്ചിട്ട് ഞാൻ ഇനിയും ഒരു വീണ്ടും ജനനത്തിന്റെ ആവശ്യം എനിക്കുണ്ടോ എന്നുള്ളൊരു ചിന്ത എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ മീറ്റിങ്ങിൽ ഏറ്റവും ബാക്കിൽ ഇരുന്ന ഞാൻ ഒരു ദൈവത്തിന്റെ ഒരു വലിയ
ഒരു പ്രേരണയാൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു. ഇതെല്ലാം എനിക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഒരിക്കലും കേൾക്കാത്ത സുവിശേഷം ആദ്യമായിട്ട് പള്ളിയിൽ കപ്പ്യാര ലേഖനം വായിക്കുമെങ്കിലും അതൊന്നും നമുക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതാണെന്നുള്ള ചിന്ത ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ മുടിയനായ പുത്രന്റെ കഥയും ചുങ്കക്കാരന്റെ കഥയും ഒക്കെ അച്ഛൻ പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ദൈവരാജ്യത്തിൽ കടന്നു പോവുകയില്ല, എല്ലാവരും പാപം ചെയ്ത. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാദാനം എന്ന് പറഞ്ഞത് നിത്യജീവനാണ്. ഇതെല്ലാം പറഞ്ഞപ്പോൾ എനിക്കൊരു പുതിയ എന്തോ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകാതെ ഏറ്റവും ഫ്രണ്ടിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത അവിടെ ഗ്രൂപ്പിൽ വന്ന ഒരു ഷാജി എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, അദ്ദേഹം ഒക്ലഹോമയിലുണ്ട്. അദ്ദേഹം എൻ്റെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി. ഞാൻ പോരുന്ന വഴികളെല്ലാം എൻ്റെ ചക്രത്തെ ഒരിക്കലും ചിന്തിക്കാത്ത പോലെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്നാ, ഞാൻ മരിച്ചാൽ ഞാൻ എവിടെയാ പോകുന്നത്, ഇങ്ങനെയുള്ള ചിന്തകൾ എന്നെ ഭരിക്കാൻ തുടങ്ങി. അതൊരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പാവമൊക്കെ ചെയ്താലും എല്ലാ ആഴ്ചയിലും പോയി അച്ഛനോട് പാവങ്ങളേറ്റ് പറഞ്ഞ് കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളും. അതുകൊണ്ട് പിന്നെ ഏതെങ്കിലും പാപം ചെയ്താലേ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇട്ട് ശുദ്ധീകരിച്ചിട്ട് കുറെ നാൾ അച്ഛനും ഒക്കെ കുർബാനയൊക്കെ ചൊല്ലി ഇനി അങ്ങ് കയറ്റും എന്നുള്ള ചിന്തയിലാണ് അത്രയും നാളും ഞാൻ ഇരുന്നത്. അങ്ങനെയുള്ള ടീച്ചിങ് ആണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും ഒന്നിലെ കൊന്ത എത്തിക്കുക, അല്ലെങ്കിൽ പാമ്പ് കടിയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു സുനാലിന്റെ അടുത്ത് പോയി പോണ വഴിയിലെല്ലാം അവിടെ നിറച്ചിട്ടിട്ട് വരിക. പിന്നെ ചിക്കൻ ബോക്സും അസൂരിയും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സെന്റ് സ്റ്റേഫാനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ തിരുനാളിനെ അമ്പെഴുന്നള്ളിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത ഉള്ളൊരു ജീവിത രീതിയായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അൺലെസ് യു ബോൺ അഗൈൻ, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. എന്നെ വളരെ ചിന്തിപ്പിച്ചു അത്. ഞാനിങ്ങനെ എല്ലാ ദിവസവും ചിന്തിക്കും, ഞാൻ മരിച്ചാൽ എവിടെയാ പോകുന്നേ, എവിടെ, അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായുള്ളൂ. എനിക്ക് അറിവുകൾ അധികം ഉണ്ടായില്ല. കാരണം അത്രയും ഒരു പ്രസംഗം കേട്ടതേ ഉള്ളൂ. ഇദ്ദേഹം ഈ എൻ്റെ അഡ്രസ്സ് എടുത്തുകൊണ്ട് പോയ ആൾ 3 മാസം കഴിഞ്ഞപ്പോൾ യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യയുടെ ഒരു ക്യാമ്പ് ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു ചെറിയ സംഘടന ശക്തിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറെ കത്തോലിക്കരെ, ഞങ്ങൾ 8 പേരാ പോയതാ, എല്ലാവരെയും ഞാൻ കൂട്ടിച്ചേർത്ത് ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂളിൽ പോയി. അപ്പൊ ഇങ്ങനെ കത്തോലിക്ക സഭ മാറുവാനോ അല്ലാതെ ഇങ്ങനെ മാനസാന്തരപ്പെടാനൊന്നും അല്ല പോയത്. എനിക്ക് അറിവ് കിട്ടാൻ വേണ്ടി, ഇവർ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടതാണോ, ബോണഗേനാണോ എന്നൊരു ചോദ്യം. അത് തന്നെ എന്നെ വളരെ എനിക്കൊരു ഇഷ്ടക്കേട് വന്നു. കാരണം കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് രക്ഷയില്ലാന്നും പത്രോസ് എന്ന പാറമേലാണ് കർത്താവിന്റെ സഭ, കത്തോലിക്ക സഭ പണിതിരിക്കുന്നതെന്നുള്ള ആഴമായ ടീച്ചിങ് എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചത് എനിക്ക് അത്ര സന്തോഷം തോന്നിയില്ലായിരുന്നു. എന്നാൽ ഞാൻ ഇച്ചിരി ചൂട് എടുക്കുന്ന ആളാന്ന് എങ്ങനെയോ അവിടെ ചെന്നവർക്ക് മനസ്സിലായി. അവരൊക്കെ എന്നെ കർത്താവ് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെന്നാ പറയുന്നത്. അന്ന് രാത്രിയിലൊക്കെ. പിറ്റേ ദിവസം ഇങ്ങനെ ക്യാമ്പിൽ 2x2 ഫെലോഷിപ്പ് എന്നും പറഞ്ഞ് ഒരു പ്രോഗ്രാം 1 മണിക്കൂർ നേരത്തേക്കുണ്ട്. അത് ഒരു രക്ഷിക്കപ്പെട്ട ഒരാള് രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ അങ്ങനെയാണ് അവിടെ. അതിനുവേണ്ടിയായിരുന്നു ചെന്നപ്പോൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചത്. അപ്പൊ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. എന്നാൽ ഇന്ന് കേരളത്തിലുള്ള ഐസക് പി മാത്യു സാറിന്റെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഭാര്യ സലീലയാണ് എനിക്ക് പാർട്ട്ണറായിട്ട് ഇങ്ങനെ 2x2 ഫെലോഷിപ്പിന് നമുക്ക് ഷെയർ ചെയ്യാൻ തന്നത്. സലീല കർത്താവായ യേശുക്രിസ്തുവിന്റെ നായർ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് വലിയ സന്തോഷത്തോടെ കർത്താവിനെ സാക്ഷിക്കുന്നത് കേട്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ വലിയ കത്തോലിക്കയാണ്, ഏറ്റവും വലിയ ഭക്തിയുള്ള ആളാണെന്നുള്ള ഭാവത്തിൽ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ പറയുക, അവര് ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം പേരൻസിൽ നിന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നൊന്നിനും മാറ്റാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷം എനിക്കത് മുഖത്തുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കത്തോലിക്ക സഭയിലെ പ്രധാന പുള്ളിയാന്നൊക്കെ പറഞ്ഞ് ലീഡറൊക്കെയാന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ഇവര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാലും എൻ്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട് ഈ പറയുന്നതിൻ്റെ അകത്ത്. അപ്പോൾ സമയം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ ഷെയർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി പ്രാർത്ഥിച്ചു. പുള്ളിക്കാരത്തി ഒരു പിതാവിനോട് സ്വന്തം അടുത്തിരുന്ന് പിതാവിനോട് സംസാരിക്കുന്ന പോലെ ഒരു കോൺവെർസേഷൻ യേശുവുമായിട്ട് നടത്തി. ഞാൻ അന്ന് വരെ ഒരിക്കൽ പോലും എനിക്ക് സ്പോണ്ടേനിയസ് പ്രെയർ അറിയത്തില്ല. എല്ലാം പുസ്തകത്തിൽ എഴുതി വെച്ച പ്രാർത്ഥനയാണ് കത്തോലിക്കയില് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അല്ലാതെ എങ്ങനെ കർത്താവിനോട് എനിക്ക് നേരിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ലായിരുന്നു. കാരണം മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് ചെന്ന് യേശുവിനോട് പറയും. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ്ങിലാണല്ലോ വളർന്നു വന്നത്. ഇവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ആഴമായ പാപബോധം ഉണ്ടാകാൻ ഇടയായി തീരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തില് കർത്താവിനെ കുറിച്ച് അറിയാനുള്ള സാധ്യതകളെല്ലാം കത്തോലിക്കയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യേശുവിനെ പേഴ്സണലായിട്ട് ഞാൻ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻ വരാൻ പറ്റിയുള്ളൂ എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട്
അന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവമേ നീ യേശു എനിക്ക് വേണ്ടി വ്യക്തിപരമായിട്ട് മരിച്ചല്ലോ, അതെനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇതുവരെയും പറ്റിയില്ല. ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ഒത്തിരി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. പാവങ്ങളെ എല്ലാം ഞാൻ എനിക്കെല്ലാം ഓർക്കാം, എന്നാ പാവം എല്ലാം ഞാൻ യേശുപ്പിനോട് എൻ്റെ പാവം എല്ലാം നീ ക്ഷമിക്കണം, ഇന്നു മുതൽ നിന്റെ ഒരു പൈതലായി ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വെറുതെ അച്ഛനോട് സംസാരത്തിൽ പറയുന്ന പോലെയല്ല, എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തകർന്ന് നുറുങ്ങിയ ഒരു ബ്രോക്കൺനെസ്സിനോടെ ഞാൻ യേശുവിനോട് പറഞ്ഞു. യേശു എൻ്റെ ഹൃദയത്തിൽ വന്നതായിട്ട് എനിക്ക് നല്ല, യേശു എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു തന്നു. കണ്ണു ചുവപ്പായിരുന്ന എല്ലാ പാവങ്ങളും കഴുകി കളഞ്ഞ ഒരു വലിയ അനുഭവം എനിക്കുണ്ടായി. വലിയ സന്തോഷം ഉണ്ടായി എൻ്റെ ഹൃദയത്തിൽ. കാരണം ഈ ലോകത്തിന്റെ എല്ലാം സൃഷ്ടാവ്, ഈ സകലത്തിന്റെ ഉടയവന്റെ ഒരു മകളായി തീർന്നു എന്നുള്ള വലിയ പദവി എൻ്റെ ഹൃദയത്തില് വലിയ ആനന്ദമാണ് എനിക്കുണ്ടായത്. ഒരു പേര് എനിക്ക് വേണ്ടി ക്യാമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് അറിഞ്ഞത്. അപ്പം അതിനുശേഷം ക്യാമ്പ് തീരുന്ന ദിവസം ടെസ്റ്റ് മണി പറയുവാനായിട്ട് അവസരം കൊടുത്തു. അതൊന്ന് ടെസ്റ്റ് മണി എന്ന് പറഞ്ഞ് ഒരിക്കലും ജീവിതത്തിൽ അനുഭവങ്ങളൊന്നുമില്ല. എന്നാൽ ഞാൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന്, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നും എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിച്ച് വായു കൊണ്ട് ഞാൻ ഇന്നലെ ഏറ്റു പറഞ്ഞുവെന്ന് എല്ലാവരുടെയും കേൾക്കെ ഉറക്കെ വിളിച്ചു പറയുവാനായിട്ട് എനിക്കിടയായി തീർന്നു. അതെൻ്റെ ജീവിതത്തിന്റെ വലിയ വ്യത്യാസത്തിനും എൻ്റെ ജീവിതത്തിന്റെ പർപ്പസ് എല്ലാം ക്ലിയർ ആക്കി തരുവാൻ ഇടയാക്കി തരുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു അത്. അന്ന് എനിക്ക് ഒരു ബൈബിള്, ഒരു പുതിയ നിയമവും സങ്കീർത്തനമുള്ള ഒരു ബൈബിൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. പിന്നെ ദ വേ ടു ദ ക്രോസ് എന്നുള്ള ഒരു കുഞ്ഞു ബുക്ക് എനിക്ക് സലീല ഗിഫ്റ്റ് ആയിട്ട് തന്നു. പുസ്തകം ഞങ്ങളുടെ വീട്ടിലെ ബൈബിൾ ഒരെണ്ണേ ഉള്ളൂ. അത് ഞങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ്. അതിനകത്ത് വല്ല പണമൊക്കെ ഉണ്ടെങ്കിലേ കൊണ്ടു വെക്കത്തുള്ളൂ. അത്രയും പ്രഷ്യസ് ആയിട്ട് സൂക്ഷിക്കുന്ന, അതെന്റെ അനുദിന ജീവിതത്തിൽ കർത്താവ് എന്നോട് മിണ്ടുന്ന ഒരു ബുക്കാണ് എന്ന് ഒരിക്കലും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്നാൽ അന്ന് ഞാൻ പുസ്തകം കിട്ടിയതേ, ഞാൻ തുറന്നു നോക്കിയതേ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 31-ാം വാക്യം എൻ്റെ കണ്ണ് ഡയറക്റ്റ്ലി ആ വാക്യത്തിലേക്കാണ് കൊണ്ട് എത്തിച്ചത്. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലതും നിനക്ക് ലഭിക്കും. അത് ദൈവം വ്യക്തമായിട്ട് എന്നോട് എൻ്റെ തൊട്ടടുത്തിരുന്ന യേശു എന്നോട് മിണ്ടുന്ന പോലെയായിരുന്നു എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ. ഞാൻ വളരെ ആർത്തിയോടെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് കിട്ടിയ ഒരു പുസ്തകമാണില്ല. പിന്നെ അതെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നും കർത്താവിനോട് മിണ്ടുന്ന അതിലൂടെയാണ് എന്നുള്ള അറിവ് പരിശുദ്ധ ആത്മാവ് എനിക്ക് തന്നു. ഞാൻ വീട്ടിലേക്ക് വലിയ സന്തോഷത്തോടെയാണ് ചെന്നത്. എന്നാൽ ഇതൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം. 2-3 ദിവസം ഞാൻ മൗനമായിട്ടിരുന്നു. സാധാരണ സ്കൗട്ടിന്റെ ഒക്കെ ക്യാമ്പ് പോയിട്ട് വരുമ്പം ഞാൻ ചെയ്തതും ഒക്കെ ഞാൻ അങ്ങനെ അക്കോമഡേഷനും ഒക്കെ പറയുമെങ്കിൽ ഇതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് എങ്ങനെയാലും കർത്താവിനെ കണ്ടുമുട്ടി ഞാനെന്നൊന്ന് പറയണമെന്നുണ്ട്. പറഞ്ഞാൽ ചുമ്മാ എല്ലാവരും കൂവുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി, ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ചുമ്മാ ചിരിക്കുകയും ചുമ്മാ വട്ടുപറയണമെന്നാ പറഞ്ഞത്. ആർക്കും അതൊരു വിശ്വസിക്കാനേ പറ്റുന്നില്ല. വെറും വട്ടുകാരും പറഞ്ഞുകൊണ്ട് നടക്കുവാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ കളിയാക്കി. എന്നാലും എനിക്ക് വലിയ ആ രക്ഷയുടെ ഉല്ലാസം എൻ്റെ ഉള്ളത്തിൽ വളരെ ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് വലിയൊരു സംഘമുണ്ട്. എന്നെ രാഷ്ട്രീയത്തിൽ വൈസ് ചെയർമാനാക്കിയ ഗ്രൂപ്പൊക്കെ എൻ്റെ പുറകിലുണ്ട്. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, എൻ്റെ ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുമ്പം ഞാൻ അവിടെ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, കൂട്ടുകാരോടൊക്കെ ഞാനിങ്ങനെ ഒരു ക്യാമ്പിൽ പോയി യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ സന്തോഷമാണ്. മറ്റൊന്നും അധികം പറയാനൊന്നും അറിയത്തില്ല, ബൈബിളൊന്നും അറിയത്തില്ലല്ലോ. എന്നാൽ ഈ ഉള്ളത്തിലുണ്ടായ സന്തോഷം പലരോട് പറയാൻ തുടങ്ങി. ഞങ്ങളുടെ കൂടുതൽ 8 പേര് പോയില്ല, 2 പേര് എന്നെ പോലെ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതായിട്ട് സ്വീകരിക്കാനായിട്ട് ഇടയായി. ഞങ്ങൾ 3 പേരുടെ ഞങ്ങളുടെ കോളേജിന്റെ ബാക്കിൽ ഒരു വാഴത്തോട്ടം ഉണ്ട്. അവിടെ പോയി ഉച്ചയ്ക്ക് വേഗം ആഹാരം കഴിച്ചിട്ട് പോയി ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, അതുപോലെ സ്പോണ്ടേനിയസ് പ്രയർ ഒന്നും, പക്ഷെ ചെറുതായിട്ട് പ്രാർത്ഥിക്കും. കർത്താവിനോട് ഇങ്ങനെ മിണ്ടി വരുമായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ കോളേജിലെ ഞങ്ങളെ കളിയാക്കാൻ ഒത്തിരി പേര് അവിടെ വട്ടം കൂടി നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി, ഞങ്ങൾക്കൊരു 1/2 മൈൽ വേണം കോളേജിലേക്ക് നടന്നു പോകാൻ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൂവാണ് ചെറുക്കന്മാരെ. കോളേജിൽ എത്തുന്നതിനും വരെ ഇതേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്കതൊന്നും ഒരു സങ്കടമായിട്ടേ തോന്നിയില്ല. കർത്താവിന് വേണ്ടി ഇതൊക്കെ സഹിക്കുന്ന ഒരു വലിയ പദവിയായിട്ടാണ് ഞാൻ അത് എടുത്തത്. എന്നിട്ട് ഈ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ വലുതായിട്ടൊന്നും അറിയത്തില്ല, അങ്ങനെ ലീഡ് ചെയ്യാനൊന്നും ഇല്ല. എന്നിട്ട് ഞങ്ങളുടെ കോളേജിലെ മിമിക്രി
കോളേജ് ആനിവേഴ്സറിക്ക് സെലീൻ ചാക്കോ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ ഒരാൾ മിമിക്രി ചെയ്തു അവിടെ. കർത്താവേ 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 എന്ന് പറഞ്ഞു. അങ്ങനെ പല രീതിയിലാണ് നിന്ദ പരിഹാസമൊക്കെ. എന്നാലും കർത്താവ് അനുഭവിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല, വെറും നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ ഇതൊന്നും. എന്നാലും എൻ്റെ ഹൃദയത്തില് രക്ഷന് സന്തോഷം എടുത്തു കളയുവാന് ഒന്നിനും പറ്റിയിട്ടില്ല, ഇതുവരെ പറ്റിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാനിത് പറഞ്ഞെങ്കിലും പേർക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ കോളേജിലെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കയറി ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടി, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, നിങ്ങൾ എല്ലാവരും കർത്താവിനെ അറിയണം എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ മലയാളം ലെക്ചറിനോട് പറഞ്ഞു, എൻ്റെ ഇംഗ്ലീഷ് പ്രൊഫസറുടെ ഒക്കെ അടുത്ത് എന്ന് റൂമിൽ ചെന്ന് പറയാൻ തക്കോണം അത്ര ധൈര്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം അതുപോലെ എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ കോളേജിൽ പിന്നെയും യുവിന്റെ പല സെമിനാറുകൾ നടത്തുവാനായിട്ട് ഇടയായി. ഞങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൾ എനിക്ക് അതിന് അനുവാദം തന്നു. ഞങ്ങളുടെ കോളേജിലെ കാത്തലിക് ചാപ്പലാണ്, അവിടെ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങുവാൻ തുടങ്ങി. അങ്ങനെ പലര് കർത്താവിനെ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് അവരൊക്കെ പല സ്ഥലങ്ങളിലൊക്കെയാണ്, എങ്കിലും നമുക്കറിയാവുന്ന രീതിയിൽ വചനമൊക്കെ തന്നെത്താനാണ് വായിക്കാൻ തുടങ്ങിയത്. തന്റെ വചനം വായിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ദാഹം എൻ്റെ ഹൃദയത്തിലുണ്ടായി. ഞാൻ വളരെ വേഗം ന്യൂ ടെസ്റ്റ്മെന്റ് വായിച്ചു തീർത്തു. പിന്നെ നിന്നേ ദുഷ്യൊക്കെ വരുന്നതുകൊണ്ട് കർത്താവിന്റെ ഫിലിപ്പിയ ലേഖനം എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. കർത്താവിൽ സന്തോഷിപ്പിൻ പിന്നെയും പറയുന്നു, ഫിലിപ്പിയ ലേഖനവും യാക്കോബിന്റെ ലേഖനവും ഞാൻ കാണാതെ പഠിച്ചു. കാരണം എനിക്ക് ഈ ദൈവം എന്നോട് എപ്പോഴും മിണ്ടുവാണ് ഈ വചനം വായിക്കുമ്പോഴെല്ലാം. റോമാലേഖനം 1 അധ്യായത്തിന്റെ 10 അധ്യായം വരെ ഞാൻ കാണാതെ പഠിച്ചു. കാരണം ഇതെനിക്ക് വലിയ കൊള്ള കണ്ടിട്ടേ പോലെ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ ശരിയാണ്. ഒരിക്കൽ പോലും അന്ന് ഈ കരിസ്മാറ്റിക്ക് പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല, ആ നവോത്ഥാനം കത്തോലിക്കരുടെ ഇടയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കാണുന്നവരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ചുമ്മാ പടിഞ്ഞാറിലെ സെലീൻ എന്തോ വട്ടു പിടിച്ചെന്നാ എല്ലാവരും പറയുന്നേ. പക്ഷെ അന്ന് കരിസ്മാറ്റിക്ക് വന്നിട്ടില്ല. അതിന് ശേഷമാണ് ഞാൻ രക്ഷിക്കപ്പെടുന്ന 1977 നവംബർ 19 6:30 മണിക്കാണ് കർത്താവിന് വേണ്ടി എൻ്റെ ലൈഫിന്റെ ഉടമസ്ഥാവകാശം യേശുവിനെ കൈമാറിയത്. കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി, കർത്താവായി, ജീവൽ സഖിയായി ഞാൻ അംഗീകരിച്ച പറഞ്ഞ ദിവസം നവംബർ 19 6:30 മണിക്കാണ്. എനിക്കറിയാം, അത് ഇന്നലത്തേതുപോലെ അത്രയും ഒരു സന്തോഷം മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായത് ഞങ്ങളുടെ വിവാഹ ദിവസമായിരുന്നു. എന്നാലും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് എൻ്റെ കടുംചുമപ്പായിരിക്കുന്ന പാപം വിശ്വാസം മൂലം കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിപ്പാനുണ്ടായ അനുഭവം പോലെ ഇന്ന് വരെ മറ്റൊരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല. ആ സന്തോഷം ഇന്നും നിലനിർത്താൻ കർത്താവ് എന്നെ സഹായിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലായിടത്തും ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ഞാൻ കാണുന്നവരോടും ബസ്സിൽ കയറുമ്പോഴും ഒക്കെ എനിക്ക് എത്രയും വേഗം ആളുകളെല്ലാം ഇത്രയും വലിയൊരു സന്തോഷത്തിന്റെ ഒരു അവസ്ഥ ദൈവം തന്റെ പുത്രനെ നൽകി ഈ ലോകത്തെ ആദരിച്ചത് ഞാൻ പറയാതിരുന്നാല് അതൊരു വലിയ മോശമാണെന്ന് എനിക്ക് തന്നെ അത് മനസ്സിലായതുകൊണ്ട് ഞാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ കർത്താവിനെ ഉയർത്താൻ തുടങ്ങി. എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു, ചുമ്മാ അങ്ങനെ നിനക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ ഇരുന്നാൽ മതി, നാട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ നാണിച്ചിട്ട് ഇതിലൊന്നും നടക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും എന്നെ നിർത്താക്കാൻ അത് എൻ്റെ ഈ സംസാരങ്ങൾ യേശുവിനെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. പല ക്യാമ്പുകളില് പോകാനായിട്ട് പിന്നെ എന്നെ അവർ ക്ഷണിക്കുകയും യുവിന്റെ പല ക്യാമ്പുകളിൽ പോവുകയും ചെയ്തു. യുവിൽ എന്നെ കർത്താവിന്റെ വചനം എങ്ങനെ ധ്യാനിക്കേണ്ടതെന്ന് എന്നെ ശരിക്കും പഠിപ്പിച്ചു. അതാണ് ഇന്ന് വരെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം. അതുകൊണ്ട് പെന്തിക്കോസ്തുകാരാരാണെങ്കിലും മറ്റുള്ളവരെങ്ങനെയാണെന്നാലും ഒന്നും എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെയും. കാരണം ദൈവത്തിന്റെ വചനമാണ് എന്നെ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനത്താലാണ് ഞാൻ വീണ്ടും ജനിച്ചത്. അതുകൊണ്ട് കർത്താവ് വീഴാത്തോടത്തോളം കാലം എനിക്ക് ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. എനിക്ക് ഉള്ളിൽ മടുക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനെ ധ്യാനിക്കും. അങ്ങനെയാണ് എൻ്റെ ക്രിസ്ത്യൻ ജീവിതം ഇതുവരെ മുന്നോട്ട് വരുവാൻ ഇടയായി തീർന്നത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങള്, എൻ്റെ ഈ ബ്രദറ്, അച്ഛനാകാൻ പോയിട്ട് തിരിച്ചു വന്ന ബ്രദറ് ആണ് ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹത്തിന്, എൻ്റെ ബ്രദറിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2 വർഷം എൻ്റെ ബ്രദർ വളരെ പ്രാർത്ഥിച്ചപ്പോഴാണ് യുവിന്റെ ഒരിക്കൽ പോലും കത്തോലിക്ക ക്യാമ്പസില് യുവിന്റെ ഒരു പ്രോഗ്രാം നടന്നിട്ടില്ല. എന്നാൽ എന്നെ ഒറ്റ ഒരു സോളിനെ കണ്ടുകൊണ്ടാണെന്ന് അവരെല്ലാം പറയും. എൻ്റെ ബ്രദറിന്റെ 2 വർഷത്തെ ഹൃദയം നിറങ്ങിയ പ്രാർത്ഥന കൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ കോളേജിൽ എൻറർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൾ അനുവദിച്ചത്. എൻ്റെ ബ്രദറ് വളരെ ആത്മീയനായി രക്ഷിക്കപ്പെട്ട സമയം മുതൽ എനിക്ക് ഏറ്റവും മാതൃകയായിട്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയായിട്ട് നിന്ന ആ വിശ്വാസ ജീവിതം എന്തെന്ന് ഞങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് കണ്ടുപഠിച്ചത്. അദ്ദേഹത്തെ വീട്ടില് ഈ അച്ഛനാകാൻ പോയിട്ട് വന്നിട്ട് വീട്ടിൽ കയറ്റുവാനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജോലിക്ക് പോകാന്ന് പറഞ്ഞൊരു ബൈബിൾ സ്കൂളിൽ പോയി ബൈബിൾ പഠിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കത്തുകൾ അയക്കും. ആർക്കും അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയാവുള്ളൂ ബൈബിൾ സ്കൂളിലാണെന്ന്.
എന്നിട്ട് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ദൈവവാക്യങ്ങളെല്ലാം അതാണ് കത്തിൽ എഴുതുന്നത്. ഒത്തിരി നാളുകൾ ഇങ്ങനെ കത്ത് എഴുതിക്കൊണ്ടിരുന്നു. ആർക്കും ഇഷ്ടമല്ല അങ്ങനെയുള്ള എഴുത്തുകളൊന്നും വായിക്കുവാനായിട്ട്. എന്നാൽ എൻ്റെ ബ്രദറിൻ്റെ ആഴമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്. ഞാൻ ഈ അമേരിക്കയിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അമേരിക്കയിലെ ജീവിതം വളരെ കേരളത്തിലെ ജീവിതം പോലെയല്ല. വിദ്യാഭ്യാസത്തിന് എല്ലാ സാഹചര്യങ്ങളും, സാമ്പത്തികമായിട്ട് എല്ലാ സാഹചര്യങ്ങളും, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ജോലിക്കാർ, വളരെ ക്ലെൻലിനെസ്, ഒത്തിരി കാര്യങ്ങൾ എന്നെ കണ്ട് എനിക്ക് വളരെ ആകർഷണീയമായി തോന്നി. എൻ്റെ സഹോദരങ്ങൾ എങ്ങനെയും ഒന്ന് അമേരിക്കയിൽ വന്ന് ഈ സന്തോഷമൊക്കെ ഒന്ന് അനുഭവിക്കണം, ഇതെല്ലാം ഒന്ന് എൻജോയ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹം ഉണ്ടായതുപോലെയാണ് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ എങ്ങനെയും എൻ്റെ വീട്ടുകാരും എൻ്റെ സഹോദരങ്ങളും ഈ സുവിശേഷം അറിയണമെന്നുള്ള വലിയ താല്പര്യം എനിക്കുണ്ടായി. എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. എന്നാൽ എന്നെ സഹായിച്ച ഒരു സഹോദരൻ, ഒരു കുടുംബമുണ്ട്, മൂവാറ്റുപുഴയുള്ള ഒരു MG വർഗീസും പുഷ്പ ചേച്ചിയും. അവരുടെ വീട്ടില് ഞാൻ എൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠന്റെ മകള് ഇവിടെ അടുത്തൊരു മഠത്തിൽ കന്യാസ്ത്രീയാണ്, കന്യാസ്ത്രീ കാണാനാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പോരും. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ കന്യാസ്ത്രീ പോയി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ MJ ചാൻ്റെ ഒക്കെ വീട്ടിലേക്ക് വരും. അവരെന്നെ പിന്നെയും ബൈബിള് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് പാട്ടുകളൊക്കെ പഠിപ്പിച്ചു. എന്നെ വളരെ സ്വാധീനിച്ച ഒരു പാട്ടാണ് നിനക്കായി ഞാൻ മരിച്ചല്ലോ, എനിക്കായി നീ എന്ത് ചെയ്തു, ഈ ലോകമഹിമ അനിത്യമെന്നും ലോകധനങ്ങൾ കുപ്പിയെന്നും ഉള്ളം കൊണ്ട് നീ പറഞ്ഞിടുമോ, സേവ ചെയ്യുവാൻ വന്നിടുമോ എന്നുള്ള പാട്ട് എന്നെ വളരെ സ്പർശിച്ചു. എപ്പോഴും വീട്ടിലേക്ക് പോകുന്ന വഴികളിലെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെതാ, എനിക്കായി നിനക്കായി ഞാൻ മരിച്ചല്ലോ, എനിക്കായി നീ എന്ത് ചെയ്തു. അത് എൻ്റെ ഹൃദയത്തിലെ വളരെ ഒരു നല്ല ഒരു ചിന്തയായിട്ട് എനിക്കെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ BA സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഒരു വർഷമേ ഉള്ളൂ. ഒരു വർഷം ഞാൻ ശരിക്കും സുവിശേഷം അറിയാവുന്നതുപോലെയൊക്കെ പറഞ്ഞു. എൻ്റെ പഠിത്തം കഴിഞ്ഞ് BA കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോവുകയോ BEdന് പോവുകയോ ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു മാനസികമായിട്ടുള്ള ആദ്യത്തെ. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനെ കുറിച്ച് അതല്ലായിരുന്നു. ഞാൻ BA കഴിഞ്ഞ ഉടനെ തന്നെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ പഞ്ചാബിലെ PGIയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചണ്ഡീഗറിലെ BSc നഴ്സസിനെ ആപ്ലിക്കേഷൻ അയക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ അയച്ചു. എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇന്റർവ്യൂവും കിട്ടി. ഞാൻ അവിടെ ഇന്റർവ്യൂവിന് പോയി, അവിടെ പാസ്സായി, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ ചണ്ഡീഗറിലേക്ക് പോകുന്നത്. അതിനു മുമ്പായിട്ട് BA കഴിഞ്ഞപ്പോൾ മുതൽ ഈ MJ അച്ചാനും പുഷ്പ ചേച്ചിയും പഠിപ്പിച്ച മറ്റൊരു പാട്ടാണ് ആരെ ഞാനിനി അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോവും. ഈ വാക്യം എപ്പോഴും ഉറക്കത്തിലും എഴുന്നേൽക്കുമ്പോഴെല്ലാം അത് എന്നോട് ദൈവം സംസാരിക്കുകയായിരുന്നു. ആർ എനിക്ക് വേണ്ടി പോവും എന്നുള്ളത്, ആരെ ഞാൻ ഇനി അയക്കേണ്ടു, ആരെ എനിക്ക് വേണ്ടി പോകും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നീ എന്നോടാണ് പറയുന്നതെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പോകാം. അങ്ങനെയാണ് ഞാൻ ചണ്ഡീഗറിലേക്ക് എനിക്ക് പോകാനുള്ള അവസരങ്ങളും എല്ലാം ഒരുക്കി. ഞാൻ അവിടെ പോയി നഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ റൂമിൽ ഞാനൊരു പ്രാർത്ഥന ആരംഭിച്ചു, ഒരു ബൈബിൾ സ്റ്റഡിയും. ബൈബിൾ പഠിപ്പിക്കാനൊന്നും അത്ര അറിയത്തില്ല, പക്ഷെ എന്നാലും കർത്താവിനുള്ള വലിയ സ്നേഹം കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഞങ്ങളുടെ അവിടെ ഹോസ്റ്റലിൽ എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഒരു മൂവി കാണാൻ എല്ലാവരും ₹1 കൊടുത്താൽ മതി, സകലരും പോകും. ഞാൻ മാത്രം പോകത്തില്ല. എനിക്ക് മൂവി കാണുന്നത് തെറ്റുകൊണ്ടെന്നല്ല, എനിക്ക് കർത്താവിന്റെ സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും കർത്താവിന്റെ അടുത്ത് ഇരിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം മറ്റൊന്നിലും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം അതിനു മുമ്പ് ഒത്തിരി കോളേജിലെ സമരം ഉള്ളപ്പോഴൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാമായിട്ട് ഇങ്ങനെ ഒത്തിരി പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ കർത്താവിനെ കുറിച്ച് കർത്താവിന്റെ സ്വഭാവവും ദൈവത്തിന്റെ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മറ്റൊന്നിലും ആരും പോകണ്ടെന്ന് പറഞ്ഞിട്ടല്ല, എൻ്റെ ഹൃദയത്തിൽ തന്നെ ഞാൻ എടുത്ത തീരുമാനം ഞാൻ പോകാതെ ആ സമയത്ത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ചിലരൊക്കെ പിന്നീട് ജോയിൻ ചെയ്യാനിടയായി തീർന്നു. എൻ്റെ റൂം നിറച്ച് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാനും ഞാൻ എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞ് അങ്ങനെ അന്ന് രക്ഷിക്കപ്പെട്ട പലരും ഇന്ന് അമേരിക്കയിലുണ്ട്. സ്നാനപ്പെട്ട് അവിടെ വന്നവർ ഇവിടെയുണ്ട്. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അവിടെ IPCയുടെ ഒരു ചർച്ച്, ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി നല്ലതായിട്ട് പോകുന്നു. എൻ്റെ റൂമിൽ എല്ലാ ബുധനാഴ്ചയും ഒരു മദാമ കനേഡിയൻ ലേഡി വന്ന് ഒരു ബൈബിൾ സ്റ്റഡി എടുക്കും. അപ്പോൾ കുറെ പേരൊക്കെ കടന്നു വരും, ഇംഗ്ലീഷൊക്കെ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ്. ഏതായാലും മദാമ വന്നു കഴിയുമ്പം പോകുമ്പോൾ എനിക്ക് ഒരു ചായയും ഒരു ബിസ്ക്കറ്റും കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ അതിനുള്ള പൈസ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ₹1 വേണ്ടി പ്രാർത്ഥിക്കണമായിരുന്നു. എനിക്ക് എല്ലാത്തിനും പ്രാർത്ഥിക്കാതെ ഒന്നും കിട്ടത്തില്ലായിരുന്നു. അതുപോലെ കർത്താവിനോട് മിണ്ടാതെ ഒരു കാര്യവും നടന്നു കിട്ടിയിട്ടില്ല. അപ്പം ഈ ബൈബിൾ സ്റ്റഡി ഇങ്ങനെ നല്ലതായിട്ട് പോയി.
സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അവിടെ ക്യാപ്റ്റൻ സാമുവൽ വന്ന IPCയുടെ ഒരു ചർച്ച, 3 ഫാമിലിയേ ഉള്ളൂ അവിടെ ഒരു കൺവെൻഷൻ നടത്തുക. അപ്പോൾ തന്നെ എൻ്റെ പ്രയർ ഗ്രൂപ്പിൽ 10-30 പേരായി. ഞങ്ങൾ എല്ലാവരുടെയും എന്നാന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്നപ്പം ഞങ്ങൾ അല്ലാതെ തന്നെ നമ്മൾ ബൈബിൾ സ്റ്റഡി എടുത്തപ്പോൾ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് സ്നാനപ്പെടേണ്ടത്. അത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. എനിക്ക് രക്ഷയുടെ ആനന്ദം വളരെ ഉണ്ടെങ്കിലും സ്നാനത്തെക്കുറിച്ച് ആരും എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ ലുധിയാനയിൽ ഒരു ഡോക്ടർ ആനി എൻ്റെ അലക്സ്, അവര് EU-ൽ രക്ഷിക്കപ്പെട്ടവരാണ്. അവരവിടെ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പോയി. അന്ന് അമ്മാമ്മ എന്നോട് പറഞ്ഞു, നിന്റെ തല ഇപ്പോഴും മേളിലാണ് നിൽക്കുന്നത്, കടലിന്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോഴാണ് മുത്തുകളും മുത്തച്ചിപ്പുകളും ഒക്കെ കിട്ടുന്നത്. നീ സ്നാനപ്പെട്ട് കർത്താവിന്റെ സഭയോട് ചേരണം, നിനക്ക് വലിയ ആത്മീയ സന്തോഷമുണ്ട്, നീ എല്ലാവരോടും സുവിശേഷം പറയുന്നുണ്ട്, എങ്കിലും നീ വിശ്വസിച്ച് സ്നാനപ്പെടണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് തിരിച്ചു വിട്ടു. 2 മണിക്കൂർ യാത്രയേ ഉള്ളൂ ലുധിയാനയ്ക്ക് പോകാൻ ചണ്ഡീഗറിൽ നിന്നാണ്. അങ്ങനെ തിരിച്ചു വന്ന് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോഴൊക്കെ ഞങ്ങളും തന്നെ പഠിച്ചിട്ട് പറഞ്ഞു, വിശ്വസിച്ചിട്ടാണ് സ്നാനം ഏൽക്കണ്ടേ, അല്ലാതെ നമ്മൾ കൊച്ചുങ്ങളായിരുന്നപ്പോൾ നമുക്ക് എന്തായാലും അറിയാമായിരുന്നു, ചുമ്മാ പേരൻസ് അല്ലെങ്കിൽ മുക്കുന്നവര് നമുക്ക് വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ നമ്മൾ എങ്ങനെയാണ് അത് വിശ്വാസമായി തീരുന്നത് എന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യമായതാണ്, ആരുടെയും പ്രേരണ കൊണ്ടല്ല. ഞങ്ങളവിടെ കൺവെൻഷൻ ചെന്നപ്പോൾ ഈ പാസ്റ്റർ പറയുകയാണ്, രക്ഷയുടെ ദൂത് പറയാനാണ് ഞാൻ വന്നത്, പക്ഷേ കർത്താവിന്റെ ആത്മാവ് സ്നാനപ്പെടാൻ ചിലരെ ഒരുക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. അപ്പൊ എൻ്റെ ദൈവം, ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതെല്ലാം ദൈവം പറയുകയാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ 16 പേരാണ് സ്നാനപ്പെടാനായിട്ട് നേഴ്സ് സ്റ്റുഡൻസ് മുന്നോട്ട് ചെന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ വലിയ സന്തോഷത്തോടെ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വന്നപ്പോഴത്തേനും ഭയങ്കര സ്പ്രെഡ് ചെയ്തു, പെണ്ണുങ്ങളെല്ലാം മതം മാറുക ഇവിടെ, അതുകൊണ്ട് പെട്ടെന്ന് ബൈബിൾ സ്റ്റഡി ഒക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാർഡൻ വന്ന് പറഞ്ഞ് അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. കുറേ പേരെ എല്ലാം വീട്ടുകാരും ഒക്കെ ഇടപെട്ട് വലിയ പ്രശ്നമായിട്ട് സ്നാനപ്പെടാതിരുന്നു. ഞങ്ങൾ എന്ത് വില കൊടുത്താണേലും എടുത്ത തീരുമാനം എടുക്കണമെന്ന് സ്നാനപ്പെട്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ സ്നാനപ്പെടുത്തി. പാസ്റ്റർ തോമസ് ജോൺ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട പാസ്റ്റർ, അന്ന് 3 വിശ്വാസികളേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഈ വലിയ ചർച്ചിൽ നിന്ന് കത്തോലിക്കരെല്ലാം ആകെ കോള് അവിടെ ഇളകി, എങ്കിലും ആ പാസ്റ്ററിന്റെ ഭാര്യയുടെ സ്നേഹം ആകെ ഇച്ചിരി ഒന്നുമില്ല അവർക്ക്, ഞങ്ങളിൽ നിന്നൊന്നും കിട്ടാനുമില്ല പാസ്റ്റർ. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് ആഹാരവും തന്ന് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ കരുതുന്ന ഒരു ചർച്ചായിരുന്നു അത്. കുറച്ചു പേരെ ഉണ്ടെങ്കിലായിരുന്നു. ഞങ്ങളെല്ലാ ഞായറാഴ്ചയും ഇടയ്ക്കെല്ലാം പാസ്റ്റർ ഞങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് വരികയും ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾ 9 പേരാണ് സ്നാനപ്പെട്ടത്. 9 സ്നാനപ്പെട്ട് ഞങ്ങൾ കർത്താവിൽ വളരെ സന്തോഷമായി ബൈബിൾ സ്റ്റഡിയൊക്കെ അവിടെ നിർത്തി. ഞങ്ങൾ പിന്നെ വെളിയിൽ പോയാണ് എല്ലാ ദിവസവും ഞങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം പോയി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ഒക്കെ ചെയ്തു. ഈ പെണ്ണിനെ ഒന്നും നല്ല യൗവനത്തിൽ ഇങ്ങനെ സുവിശേഷം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാലോ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പറയുന്ന. ഇതിനൊക്കെ ആര് വന്ന് കെട്ടും, ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് അവിടെ കന്യാസ്ത്രീകളൊക്കെ. ഇതിനെയൊക്കെ ഓരോ ജോലി സ്ഥലത്താണേൽ മാനേജേഴ്സ് ഒക്കെ പെണ്ണിന് എന്നെ വട്ടായി കാണിച്ചേക്കണേന്നൊക്കെ പറഞ്ഞ് ഒത്തിരി തരത്തിലൊക്കെ നിന്ദിച്ചെങ്കിലും കർത്താവിന്റെ നിന്നയാണ് എപ്പോഴും എൻ്റെ മാതൃക. ഞാൻ അതിൻ്റെ ഒരു അംശത്തിന്റെ അംശം ഈ ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ സങ്കടപ്പെട്ടെന്ന് പറയാനില്ല. എല്ലാം കർത്താവിന്റെ മേലെ അതെല്ലാം വീണതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ BSc നഴ്സിംഗ് കഴിഞ്ഞ് എൻ്റെ ബ്രദറാണ് ഞങ്ങൾക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരിക്കും. പൗലോസ്ലീഹ കത്തുകളായി ലേഖനം അയക്കുന്ന പോലെ ഞങ്ങളുടെ പ്രയാസങ്ങൾ കുടുംബത്തിൽ നിന്നുള്ളതൊക്കെ അറിയാം. എൻ്റെ ബ്രദർ എന്ന മിസോറാമിൽ ഒരു ജോലി കിട്ടി. ആ ബ്രദറാണ് എന്നെ പഠിപ്പിച്ചത്. BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. അദ്ദേഹത്തിനും വലിയ പൈസ ഉണ്ടായിട്ടല്ല, എൻ്റെ ഫീസും ഫുഡും എല്ലാം എന്നെ BSc നഴ്സിംഗ് പഠിപ്പിച്ചെടുത്തു. പിന്നെ കർത്താവിനോടെല്ലാം ചോദിക്കും ഞാൻ. ഒരു എല്ലാ ആവശ്യത്തിനും യേശുപ്പച്ചനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ വലിയ സന്തോഷമായിരുന്നു. കർത്താവ് എപ്പോൾ വിളിച്ചാലും പോകത്തക്ക രീതിയിൽ വലിയ ഒരുക്കവും സന്തോഷവും ഒക്കെ ആയിരുന്നു. എന്നാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. എങ്ങനെ എല്ലാവരും ഫേസ് ചെയ്യുന്നൊക്കെ ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ PG വറീസിന്റെ ഒരു മാഗസിൻ അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് എഴുതി, എനിക്ക് എൻ്റെ വെക്കേഷന് പോകാൻ എനിക്ക് വീട്ടിൽ ഞാനിങ്ങനെ സ്നാനപ്പെട്ടുകൊണ്ട് ഭയങ്കര പാടാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അവിടുത്തെ ഓഫീസിൽ അവിടെ വരട്ടെ, നിങ്ങളുടെ ടീമിൻ്റെ കൂടെ. എനിക്ക് പൈസ ഒന്നും തരാനില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അടുക്കളപ്പണിയൊക്കെ ചെയ്തു തരാം എന്നും പറഞ്ഞ് ഞാനൊരു എഴുത്തയച്ചു. പക്ഷേ PG വറീസ് പാസ്റ്ററിന് അറിയാമെന്ന് അറിയത്തില്ല ഞാനാന്നുള്ള കാര്യം. അദ്ദേഹം എനിക്ക് മറുപടി അയച്ചു, എനിക്ക് തോന്നുന്ന വീട്ടിൽ ചെന്ന ഈ സ്നാനപ്പെട്ടെന്നുള്ള ധൈര്യത്തോട് പറയണമെന്ന് എൻ്റെ ആഗ്രഹം. ഞങ്ങളിപ്പം വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഇവിടുത്തെ വർക്കേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാശ്മീരിലുള്ള ഉധംപൂരിലുള്ള
പി എൻ തോമസ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, അവരറിഞ്ഞു എനിക്കിങ്ങനെ വലിയ പ്രയാസമാണ്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നീ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവധിക്ക് അവിടെ പോയി ഒരാഴ്ച താമസിച്ചു. അവിടെ എന്നെ നല്ല കാര്യമായിട്ട് വചനമൊക്കെ പഠിക്കാനും ഒക്കെ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ മടങ്ങി വന്നു. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിൽ ഞാൻ പിന്നീടും പോയെങ്കിലും വലിയ പ്രയാസങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അന്ന് പ്രത്യേകിച്ച് ഈ ഓർണമെന്റ്സ് ഒന്നും ഇല്ലാതെ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെ നടക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു കുടുംബത്തിനൊക്കെ ഒരു നാണക്കേടായിരുന്നു. അപ്പം സാരിയൊക്കെ പതിച്ചുകൊണ്ടൊക്കെയാണ് ചേച്ചിമാരുടെ വീട്ടിലൊക്കെ അന്ന് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് ആർക്കും ഒരു നാണക്കേട് വരണ്ട, അവരുടെ അമ്മായിയമ്മമാരൊക്കെ അത് ഇതൊക്കെ പറയുന്നു എന്നുള്ളതൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം വിശ്വസ്തനാണ്. അവന് വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞങ്ങൾ അത്രയും പേര് 35 മലയാളികളുണ്ടായിരുന്നു അവിടെ ബേസിക് നഴ്സിംഗ് പ്രോഗ്രാമിൽ. എന്നിട്ട് പിറ്റേ ദിവസമാണ് എൻ്റെ കല്യാണാലോചന വരുന്നത്. ഞാൻ വേറെ ഒരു ചെറുക്കനെയും കണ്ടിട്ടില്ല, ആകെ രാഴ്ചനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഐസക് സാറാണ് ഞാൻ പറഞ്ഞല്ലോ, സലീലയുടെ ഹസ്ബൻഡ് പറഞ്ഞു, അച്ചായന് വീസ കിട്ടി ഇങ്ങോട്ട് പോരാനായിട്ട് ഒരാഴ്ചയേ ഉള്ളൂ, ഒത്തിരി പെണ്ണുങ്ങളെ കണ്ടിട്ട് ഒന്നും ശരിയാകാതെ നിൽക്കുക, ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു കത്തോലിക്കയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു പെണ്ണുണ്ട്, അവള് ബിഎസ്സി നഴ്സിംഗ് കഴിഞ്ഞതാണ്, പക്ഷെ വീട്ടുകാരെല്ലാം ഭയങ്കര എതിർപ്പാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് ഞാനൊരു കത്തയച്ചു, അത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു ഇവരെ ഇങ്ങനെ ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉടനെ മറുപടി അവർക്ക് എഴുതി, ആദ്യം പറയണം 5 വയസ്സ് പോലും തരുവാനുള്ള ആളല്ല ഞാൻ, ഒന്നും എനിക്ക് തരാനില്ല, പക്ഷേ സുവിശേഷകർക്ക് വേണ്ടി എവിടെ വിളിച്ചാലും അന്നേരം ജോലി ഇട്ടിട്ട് വരാമെന്ന് മാത്രമേ പറയാവുള്ളൂ എന്ന് ഞാൻ ഐസക് സാറിന് എഴുതി. കാണാൻ വന്ന സ്ഥലത്ത് ഞാൻ എത്തിയില്ല, വഴിയിൽ വെച്ചാണ് അച്ഛൻ എന്നെ കാണുന്നത്. അപ്പോഴും എനിക്ക് പറയാനുള്ള ഒന്നും തരാനില്ല എനിക്ക്, ആകെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എവിടെ വിളിച്ചാലും ഞാൻ വരാം എന്നേ പറഞ്ഞോളൂ. അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നി. കാരണം പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ വീട്ടിൽ അന്ന് എൻ്റെ സിസ്റ്ററിലോയാണ് കൊണ്ടുവന്നത്. അന്ന് വളരെ പ്രയാസങ്ങളുണ്ടായി. എന്താ നീ പറയണത്? അപ്പം എൻ്റെ നാത്തൂൻ പറഞ്ഞ രക്ഷിക്കപ്പെട്ട ബ്രദർ കല്യാണം കഴിച്ച് എൻ്റെ കോസ്റ്റിൽ നിന്നാണ്. അപ്പം അത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ കയറ്റിയത്. ഞങ്ങളുടെ കുഞ്ഞു ഗ്രാമമാണേലും വളരെ ഒരു ഗോസിപ്പ് നടക്കുന്ന, അങ്ങനെ നമുക്ക് അവിടെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഭയങ്കര നാണക്കേടായിരുന്നു കൊണ്ടുവരാന്. ഈ സ്വർണമൊന്നും ഇടാത്തവരെയൊക്കെ ചെറിയ ഒരു 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 വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും പെന്തക്കോസ്തിൽ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് കേട്ടപ്പോഴത്തേനും കുടുംബങ്ങളും ഒക്കെ ഇളകി. അപ്പോൾ അവർ വന്ന് പറഞ്ഞു, അതും പാസ്റ്റർ. അപ്പോൾ ഒരു കന്യാസ്ത്രീ വീട്ടിൽ വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ നിനക്ക് എന്നാ പറ്റി? അമേരിക്കയിലെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ചുമ്മാ തെണ്ടി നടക്കുന്ന, അവർക്കൊന്നും ഒരു പൈസയില്ല, വല്ലവരും കൊടുത്താലേ എങ്ങാനും ജീവിക്കുന്നതാ. നീ BA-യും BSc നഴ്സിംഗും ഒക്കെ കഴിഞ്ഞിട്ട് വല്ല ഗൾഫിൽ പോയി ജോലി ചെയ്ത് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കി അപ്പനും അമ്മയ്ക്കൊക്കെ കൊടുക്ക എൻ്റെ കുട്ടി എന്നും പറഞ്ഞ് അവരെല്ലാം വന്ന് ഇത് മാറ്റാനായിട്ട് ഒത്തിരി നോക്കിയേ. പക്ഷെ അച്ഛൻ എന്നെ വീട്ടിൽ കാണാൻ വന്നു. കാണാമെന്ന് ഞാൻ പറഞ്ഞ്, രക്ഷിക്കപ്പെട്ട നിന്ന് ഈ കല്യാണം നടത്തണമെന്ന് അല്ല പറഞ്ഞ്, രക്ഷിക്കപ്പെട്ട ഒരാൾ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. കല്യാണം കഴിച്ചില്ലേലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഫാദർ, അമ്മ പറഞ്ഞു കത്തോലിക്കയിലേക്ക് ചേരുവാണെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. എന്തായാലും ഫാദർ സമ്മതിച്ചു. നമ്മൾക്ക് ഇനി രക്ഷിക്കപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ വിവാഹിതയാകാതെ ഇരുന്നു പോയാൽ അതൊരു വലിയ ദുഃഖമായി തീരുമല്ലോ എന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചോളാൻ പറഞ്ഞത്. പക്ഷെ വീട്ടിൽ നിന്ന് ആരും പോയില്ല. എൻ്റെ രക്ഷിക്കപ്പെട്ട ബ്രദർ പോയി കല്യാണം ഉറപ്പിച്ച് വിറ്റ് അച്ഛന് പോകാനുള്ള സമയവുമായി കണ്ട് ഉടനെ പോരണമായിരുന്നു. അവരുടെ വീട്ടുകാരൊന്നും എന്നെ കണ്ടിട്ടുമില്ല, വളരെ പ്രതീക്ഷയോടെ ഇരുന്നാണ്. പക്ഷെ പെണ്ണിനെ ആരും കാണാതെയാണ് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിൽ പാലക്കാട്ട് 2 മിനിറ്റ് ട്രെയിൻ നിർത്തുമല്ലോ, അന്നേരം വന്നാണ് വീട്ടുകാരും എല്ലാവരും എന്നെ കണ്ട് 1 മിനിറ്റ് കൊണ്ട്. അങ്ങനെയാണ് എന്നെ കണ്ടത്. കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് അവർക്കൊന്നും വന്ന് കാണത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു. കാരണം പഠിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസമേ കല്യാണം നടക്കുന്നു, അതും പെന്തിക്കോസിലെ പാസ്റ്റർ. ആർക്കും അങ്ങ് ഉൾക്കൊള്ളാൻ ഒട്ടും പറ്റിയില്ലായിരുന്നു. ദൈവം ഇതെല്ലാം ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ മുഴുവനായിട്ട് സ്ഥിരമാക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അച്ഛൻ ഇവിടെ വന്ന് എന്നെ 6 മാസം കഴിഞ്ഞ് ഈ CGFNS വഴി വീട്ടുകാരും കൂടുന്നില്ലാത്തതുകൊണ്ട് അമേരിക്കയിൽ കൊണ്ടുവച്ച് തന്നെ കല്യാണം നടത്താമെന്ന് പറഞ്ഞ് അതിനുള്ള പേപ്പറുകളെല്ലാം അയച്ചുവെങ്കിലും 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രായം കുറവാണ്, ഇവിടെ വന്ന് തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞ് എൻ്റെ വിസ റിജക്റ്റ് ചെയ്തു. കല്യാണം ഉറപ്പിച്ചിട്ട് വന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഡൽഹിയിലാണ്, പാസ്റ്റർ ആൻഡ്രൂസ് പാസ്റ്ററിന്റെ ചർച്ചിലെ മെമ്പറാണ്.
ഞാൻ ചണ്ഡീഗറിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ന്യൂഡൽഹിയിലേക്ക് ഞാൻ വന്ന് സെയിൻറ്റ് സ്റ്റീഫനിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അച്ഛൻ 6 മാസം വിസ കിട്ടിയില്ല എന്ന് അറിഞ്ഞപ്പം ഉടനെ തന്നെ അമേരിക്കയിൽ നിന്ന് അച്ഛൻ പറഞ്ഞു കാണുമല്ലോ, ഒരു 6 മാസം ജോലി ചെയ്ത്, ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല, കർത്താവിൻ്റെ വേലയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ തിരിച്ചു വന്ന് ഡൽഹി വന്നു, കല്യാണം എല്ലാം ശരിയാക്കി. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഒന്നും തരാൻ എനിക്കില്ല എന്ന്. അപ്പോൾ ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ എങ്ങനെ കെട്ടിച്ചു വിടുമ്പോൾ എന്തെല്ലാം വേണോ അതെല്ലാമായിട്ട് സ്ത്രീധനത്തിന് പകരം പുരുഷധനം തന്നാണ് എന്നെ കല്യാണം കഴിക്കുന്നത്. എല്ലാം എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് നൽകി, എനിക്ക് ഏറ്റവും നല്ല മാന്യമായ രീതിയിൽ കല്യാണം നടത്തി. മാത്രമല്ല കല്യാണം കഴിഞ്ഞ് പോരാ നേരത്തേക്ക് എനിക്ക് കല്യാണത്തിന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, ജോലി ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ, ഒരു കല്യാണ സാരി, ഒരു വെള്ള സാരി മേടിക്കാൻ എനിക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരാൾ തരാതെ നമുക്കൊന്ന് വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരാളോട് 400 രൂപ കടം വാങ്ങിച്ചു. പിന്നെ കല്യാണ കുറി അടിക്കാനായിട്ട് 200 രൂപ വേറൊരാളും അവിടെ കടം മേടിച്ചു. അങ്ങനെ 600 രൂപ കൊണ്ടാണ് എൻ്റെ കല്യാണത്തിൻ്റെ എല്ലാ ചെലവുകളും നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കർത്താവിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ് ദൈവം തീർത്തു തന്നത്. അപ്പം ഈ കല്യാണം കഴിഞ്ഞ് അച്ഛൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഞാൻ ഡൽഹി ജോലി ചെയ്തു. 6 മാസം കഴിയുമ്പോഴാണ് രാജാവിന് ചിക്കൻ ബോക്സ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വളരെ സിക്കാണെന്ന് ഇങ്ങനെ പ്രാർത്ഥനയിൽ എനിക്ക് ഒരു വലിയ ഒരു വെളിച്ചം തരുവാണ്. അച്ഛൻ വളരെ സിക്കാണ്, കൂടുതൽ പ്രാർത്ഥിക്കാൻ. ഞാനിപ്പോൾ പെട്ടെന്ന് അവധിയെടുത്ത് ഒരു പാസ്റ്ററിൻ്റെ അടുത്ത് പോയിരുന്നു, ഉപസിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പാസ്റ്ററിനും അറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്നാന്ന്, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വലിയ ഭാരം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു എന്നാണേലും അതെല്ലാം മാറിയിട്ടുണ്ട്, സിസ്റ്റർ പോയിക്കോ എന്ന് പറഞ്ഞ് ഒന്ന് വൈകുന്നേരം ഞാനിങ്ങ് തിരിച്ചു പോന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് ഇത് കിട്ടുന്ന അച്ഛന് വളരെ ചിക്കൻ ബോക്സ് വന്ന് എൻസെഫലൈറ്റിസ് ആയി, നടക്കത്തുമില്ല, മിണ്ടത്തുമില്ല, വളരെ ബെഡ്രിഡൺ ആണ്. എത്രയും വേഗം എന്നെ നേഴ്സിംഗ് കെയർ ആവശ്യമുള്ളതുകൊണ്ട് വിടണമെന്ന് പറഞ്ഞ് ഡോക്ടർ ലെറ്റർ അയച്ചു. ആ ലെറ്ററും കൊണ്ട് ഞാൻ എംബസി ചെന്നു. എംബസി ചെന്നപ്പോൾ സാധാരണ എനിക്ക് ഫയൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, കിട്ടുവാൻ ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. പക്ഷേ ലെറ്റർ കണ്ടപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് എത്രയും വേഗം നീ പോയി യു ഗോ ആൻഡ് സെർവ് യുവർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് വിസ അടിച്ചു തന്നു. ഉടനെ തന്നെ ഞാൻ ഇവിടെ എത്തുകയും ചെയ്തു. ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞിരുന്നു 6 മാസം കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോകാമെന്ന്. 6 മാസം, അന്ന് അത് 14 മാസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു പോയി, വിസയുടെ കാര്യമില്ലയോ. അപ്പോൾ കൃത്യം 6-ാമത്തെ മാസത്തിലാണ് രാജാന് സിക്ക് വരികയും ഞാൻ അമേരിക്കയിൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ വന്നപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് നിൽക്കത്തക്ക രീതിയിൽ ആരോഗ്യമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും കംപ്ലീറ്റ് റിക്കവറി കർത്താവ് കൊടുത്തു. എല്ലാം ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. സൗഖ്യമാക്കുന്ന യഹോവയാണ് നമ്മുടെ ദൈവം. കരയുന്ന കാക്കുകുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആഹാരം നൽകുവാൻ അറിയുന്ന ദൈവം നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും കർത്താവ് അറിയുന്നു. ഇവിടെ വന്ന് ഞാൻ വളരെ തണുപ്പുള്ള സ്ഥലത്ത് ഫിലഡൽഫിയയിലാണ് വന്നത്. അച്ഛൻ അവിടെയായിരുന്നു. എനിക്ക് വിസ ഇല്ല, എനിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. എന്നാൽ ഞാൻ 14 മാസം കഴിഞ്ഞപ്പം അവർ തന്നെ എനിക്ക് വിസ തന്ന് വിട്ടതുകൊണ്ട് ഞാൻ തിരിച്ച് ഇന്ത്യയിൽ പോകാതെ ഇവിടെ തന്നെ എനിക്ക് വിസ അവർ അടിച്ചു തന്നു 14 മാസം കഴിഞ്ഞപ്പം. അതിന് മുമ്പായിട്ട് തന്നെ അച്ഛൻ പഠിക്കുവാനായിട്ട് കയറി. അച്ഛൻ അമേരിക്ക വന്നിട്ട് 10 വർഷത്തോളം പഠിച്ചു സെമിനാരിയിൽ. എനിക്കാണെങ്കിൽ എന്ന് സിക്കായ, എനിക്ക് തണുപ്പ് രാജ്യത്ത് വന്നിട്ട് മിക്കവാറും സിക്കായി. എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസി വളരെ കോംപ്ലിക്കേറ്റഡ്, ഒരു ഹൈഡ്രാറ്റിക് ഫോർ മോൾ പ്രഗ്നൻസി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അത് ഒരു അബ്നോർമൽ പ്രഗ്നൻസിയാണ്. അത് കഴിഞ്ഞിട്ട് അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോകണം എന്നൊക്കെ പറഞ്ഞ് വലിയ രോഗത്തിൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് വന്നു. പക്ഷേ അച്ഛന് ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, വളരെ പ്രാർത്ഥിക്കും. എല്ലാം ദൈവത്തോട് മാത്രം ചോദിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യനാണ്. പുറമേ കണ്ടാലൊന്നും തോന്നത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനം കിട്ടുന്ന സമയം മുഴുവനും വായിക്കുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും, അത് മാത്രമേ കുടുംബജീവിതത്തിൽ ഞങ്ങൾ അധികം കണ്ടിരിക്കുന്ന മൊത്തം. അതുപോലെ ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യനാണ്. അപ്പം അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാവും എന്ന് എനിക്കൊരു പരിപൂർണ്ണ ഒരു വിശ്വാസമാണ്. കാരണം അച്ഛന് അത്രയും വലിയ സിക്നസ്സിൽ നിന്ന് ദൈവം വിടുവിച്ച ദൈവമാണ്. അച്ഛന് രാത്രിയിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ തിരിച്ച് വളരെ മനോഭാരത്തോടെ ഞാൻ വന്നു. ദൈവമേ, ഞാൻ ഈ അമേരിക്ക വന്നിട്ട് ഒരു പ്രയോജനം പോലും അച്ഛൻ ഉണ്ടായില്ലല്ലോ, അതിനു മുമ്പ് ഞാൻ രോഗിയായി തീർന്നല്ലോ എന്നൊക്കെയുള്ള ഒരു മാനസികമായ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലുള്ള എല്ലാ വിഷമങ്ങളും എനിക്കുണ്ടായെങ്കിലും അച്ഛൻ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ അബ്നോർമൽ ലാബുകളെല്ലാം ഒരു 3 മാസത്തിനുള്ളിൽ എല്ലാം നോർമലായി, എല്ലാം ക്ലിയറായി. അതിനുശേഷമാണ് ഞങ്ങൾക്ക് പിന്നെയും ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി.
അതും 2-3 പ്രഗ്നൻസി എല്ലാം മിസ്കാരേജ് ആയെങ്കിലും ദൈവം അച്ഛൻ പ്രാർത്ഥിച്ചു, ഉപസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ മൂത്ത മോളുണ്ടായത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ രണ്ടാമതൊരു മോളെയുടെ ദൈവം തന്നു. ആ ദൈവം എല്ലാത്തിനും മതിയായ ദൈവമാണ്. രോഗത്തിന് സൗഖ്യദായകനാണ്. മനസ്സ് തകർന്നവർ, അവൻ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ എപ്പോഴും സമീപസ്ഥനാണ്. ഞങ്ങളുടെ അനുഭവം മാത്രമാണ്. എപ്പോഴും ഞങ്ങളത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ പഠനം തീർന്ന് ഫിലഡൽഫിയയിൽ ഇരിക്കുമ്പോഴാണ്, ഞാൻ ജോലി ചെയ്യുന്നു, ഞങ്ങൾ എന്നിട്ട് ന്യൂജേഴ്സിയിൽ ഒരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോയി. അവിടെ 4 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം കാനഡയിൽ ഒരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പോകണമെന്ന് ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പം അവിടെ ചെന്ന് എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അത് വേറെ കൺട്രി ആയതുകൊണ്ട് എൻ്റെ അമേരിക്കൻ ലൈസൻസ് പറ്റത്തില്ലാത്തതുകൊണ്ട് ജോലി ഇല്ലാതെ വേണം അവിടെ നിൽക്കുവാനായിട്ട്. പക്ഷെ അത് എന്നെ ഒരു വലിയ ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ വിവാഹത്തിൻ്റെ സമയത്ത് പറഞ്ഞതല്ലോ, എവിടെ വിളിച്ചാലും അന്നേരം ഞാൻ ജോലി ഇട്ടിട്ട് പോരാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ഹോബി വായനയാണ്. ഞാൻ ഒത്തിരി വായിക്കും. വായിക്കുന്ന വിശ്വാസത്തിൽ വീണുപോയവരുടെ കഥയൊന്നും അല്ല വായിക്കുന്നത്. കർത്താവിന് വേണ്ടി വില കൊടുത്തവരുടെ ഒത്തിരി ബയോഗ്രഫീസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഇതെനിക്ക് ഭയങ്കര പ്രചോദനമാണ്. വില്ലിഗ്രാമിൻ്റെയും വില്യം ഗേറിയുടെയും ഹഡ്സൺ ടൈലറുടെയും ഒക്കെ പുസ്തകങ്ങൾ, അവരുടെയൊക്കെ ജീവിതം ഞാൻ എപ്പോഴും വായിക്കും. അപ്പം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലോ എന്നുള്ള ഒരു കുറവുകളെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ തീരുമാനം എടുക്കുന്ന ആഴ്ചയിൽ ഒരു 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 സ്റ്റോറി വായിച്ചാണ്. റിയൽ സ്റ്റോറിയാണ്. ആഫ്രിക്കയിൽ വളരെ പാവപ്പെട്ട ഒരു സ്ഥലത്തെ ഒരു ഒരു ക്രിസ്മസിന്റെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ഒരു ഒരു സ്ത്രീ ഒരു സിൽവർ കോയിന് സ്തോത്രകാഴ്ചക്ക് ഇട്ടു. പാസ്റ്റർ ആകെ പേടിയായി. അത് തീരെ പാവങ്ങൾ, ആഹാരം അവരുടെ ഫുഡിൽ നിന്ന് ഇച്ചിരി കൊടുക്കാനേ ഉള്ളൂ, അത്രയും പാവപ്പെട്ട സ്ഥലം. അപ്പോൾ ഇത് മീറ്റിംഗ് കഴിയാനായിട്ട് പാസ്റ്റർ വെപ്രാളപ്പെടുക, ഇത് എവിടെ നിന്നാണ് ഇവിടെ കട്ടുകൊണ്ട് വന്നതെന്നുള്ള ചിന്തയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞതേ ചോദിച്ചു, നിനക്ക് എവിടെ നിന്നായി സിൽവർ കോയിൻ കിട്ടിയത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്നെ കടും ചുമപ്പായിരുന്നു, എൻ്റെ പാവം, വളരെ പാവിയായിരുന്നു, 19-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ സ്നേഹം, ആ വലിയ സ്നേഹം ഓർക്കുമ്പോൾ എനിക്ക് എന്താ കർത്താവിന് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അന്ന് ഈ അടിമത്തം ഉള്ള സമയമാണ്. അവിടെ അടുത്തുള്ള ഒരു മനുഷ്യന് ആയുഷ്കാലം മുഴുവൻ ഞാൻ അടിമയായിരുന്നോളാം എന്ന് പറഞ്ഞ് എന്നെ വിറ്റപ്പോൾ കിട്ടിയ പൈസയാണ് ആ സിൽവർ കോയിൻ. അത് കേട്ടപ്പോൾ, അത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. ദൈവമേ, ഒന്നുമില്ലാതിരിക്കുന്ന കർത്താവിന് സ്നേഹം ഓർത്തത് അത്ര വലിയ ലൈഫ് മൊത്തം കർത്താവിന് വേണ്ടി കൊടുത്ത ആ സ്ത്രീ, അതിൻ്റെ ഒരു കാലിലൊന്നുമില്ലല്ലോ എൻ്റെ ജോലി ഇട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, റിസൈൻ ചെയ്ത് പോകാനുള്ള ഒരുക്കങ്ങളായി കാനഡയിൽ ചെന്ന് അവിടെ ഞങ്ങൾ പോയി. അവിടെ ചർച്ച് വളരെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തു. കത്തോലിക്കയിൽ നിന്ന് പലരും രക്ഷിക്കപ്പെട്ട് വന്നു. അവരൊക്കെ നല്ല വിശ്വാസികളായിട്ട് നിൽപ്പുണ്ട്. എന്നാൽ ഞങ്ങളുടെ വിസ, ഞാൻ അമേരിക്കൻ സിറ്റിസണും ആയിരുന്നു. കാനഡയിൽ എനിക്ക് ക്ലർജിയുടെ കൂടെ നിൽക്കാനുള്ള വിസയേ ഉള്ളൂ. അതുകൊണ്ട് ആ 7 വർഷം അവർ പല പ്രാവശ്യം റിന്യൂ ചെയ്തെങ്കിൽ 7-ാമത്തെ വർഷം ഞങ്ങൾ തിരിച്ചു പോരണം, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞതിനാൽ ഞങ്ങൾ എടുക്കാതെ, ഞങ്ങളുടെ അച്ഛൻ്റെ പേരൻസും സഹോദരങ്ങളും എല്ലാം ഈ അമേരിക്കയിലായതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന് ഈ ഹെബ്രോനിലെ ചർച്ചിലെ, ഈ വലിയ ചർച്ചിലെ പാസ്റ്ററായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരാനായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുമ്പോഴാണ് 2000 ഞാനൊരു സ്വപ്നം കാണുകയാണ്. രാവിലെ 5 മണിക്ക് കാണുക, എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. അപ്പം സാധാരണ സ്വപ്നമൊക്കെ കണ്ടാൽ അങ്ങ് മറന്നു പോകും. പക്ഷെ ഈ സ്വപ്നം എന്ത് ചെയ്താൽ മറന്നു പോകുന്നില്ല. പിന്നെയും പിന്നെയും എൻ്റെ ഇങ്ങനെ മനസ്സിൽ വരിക. ഞാനിപ്പോൾ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് എങ്ങനെയാണ് പോകുന്നത്? ഒരു മലയാളി ഡോക്ടറായിരുന്നു. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകും, അവിടെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒരു ചെക്കപ്പിന് വന്നാന്ന് പറഞ്ഞാൽ ചെന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഒരു അൾട്രാസൗണ്ട് എടുത്തു. അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് എനിക്ക് 2 ട്യൂമറുണ്ട് റൈറ്റ് ബ്രസ്റ്റിൽ എന്ന് പറഞ്ഞു. അപ്പം ഉടനെ അച്ഛൻ നമുക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിന് വേറെ വല്ലാത്തൊരു ചിന്തയാണ്, ഇനി എത്ര നാൾ ജീവിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. ഇപ്പം എൻ്റെ കൊച്ചുങ്ങൾക്ക് 9 വയസ്സും ഇളയവൾക്ക് 80 വയസ്സും മൂത്തവർക്ക് 11 വയസ്സുമേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങളുടെ അമ്മയില്ലാതെ വളരേണ്ട അവസ്ഥ വരരുതേ എന്നൊക്കെ ഞാൻ ഉള്ളത്തിൽ വളരെ ഇത് കേട്ടപ്പോഴായിട്ട് ഞെട്ടിപ്പോയി. ഇങ്ങനെ 2 ട്യൂമറുണ്ട്, അത് ബയോപ്സി ചെയ്തപ്പോൾ 2 ക്യാൻസറസ് ആണെന്ന് പറഞ്ഞു. എത്രയും വേഗം അതിനുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ നോക്കണമെന്നൊക്കെ പറഞ്ഞു. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒന്നിനും പോകണ്ട, ഞാൻ 30 ദിവസം നിനക്ക് വേണ്ടി ഞാൻ ഉപവസിക്കാം, ദൈവം നിന്നെ സൗഖ്യമാക്കും, നിനക്ക് ഒരു കുഴപ്പം വരത്തില്ല, കർത്താവിൻ്റെ വേല
ഇനി ഒത്തിരി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നിന്നെ ദൈവം സൗഖ്യമാക്കുമെന്ന് എനിക്ക് വളരെ ഉറപ്പ് തന്നെങ്കിലും എൻ്റെ ഉള്ളത്തിൽ പിന്നെയും ഭയങ്കര ഭയം വളരെ വന്നു. മാനുഷികമായ എല്ലാ ഭയങ്ങളും നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ ഉണ്ടാവും. പക്ഷേ കർത്താവ് ഒരു രാത്രിയിൽ ഞാൻ വളരെ വിഷമിച്ചു. ദൈവമേ, ഞാൻ എത്ര നാൾ ജീവിക്കും എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് മത്തായിയുടെ സുവിശേഷം എടുത്ത് വായിക്കാൻ പറഞ്ഞു. വയലിലെ താമരയെ വളർത്തുന്നു, ഇന്ന് കാണുന്ന വാടിപ്പോകുന്നതുമായ പുല്ലിനെയൊക്കെ വളർത്തുന്നെങ്കിൽ എൻ്റെ ചായല സ്വരൂപത്തിൽ സൃഷ്ടിച്ചാൻ എത്ര അധികമായി നിന്നെ ഞാൻ നോക്കും. നിനക്ക് വറി ചെയ്തുകൊണ്ട് ഒരു ഇഞ്ച് നിനക്ക് കൂട്ടുവാൻ പറ്റത്തില്ല, ഒരു ഇഞ്ച് കൂട്ടുവാൻ പറ്റത്തില്ല. എന്നാൽ നീ എല്ലാം എൻ്റെ കയ്യിലേക്ക് തരിക, ദൈവത്തിൻ്റെ രാജ്യനീതി അന്വേഷിച്ചുകൊള്ളുക, അതുകൊണ്ട് സകലം നിനക്ക് നൽകും എന്ന് ദൈവം എനിക്ക് ഉറപ്പ് തരികയാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ദൈവത്തിൻ്റെ വചനം എപ്പോഴും ദൈവത്തിൻ്റെ വചനം അതിലൂടെയാണ് എന്നോട് സംസാരിക്കുന്നത്. എല്ലാ ദുഃഖവേളകളിലും ഒരു മനുഷ്യരുടെ അടുത്തല്ല, ദൈവവചനം ഞാൻ റെഗുലറായിട്ട് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ അന്നേക്ക് വേണ്ട എല്ലാ ആഹാരങ്ങളും ദൈവം എനിക്ക് തരുന്നുണ്ട്, ആത്മീയ വളർച്ചയ്ക്കുള്ള. അന്ന് അതെന്നെ വളരെ നിനക്ക് ദുഃഖിച്ച് കളയണമെങ്കിൽ നിന്റെ ജീവിതം അങ്ങനെ അവസാനിക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം ഏൽപ്പിച്ച് തരാൻ പറഞ്ഞു. സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം എന്നെ അതിശയകരമായിട്ടാണ് സൗഖ്യമാക്കിയത്. ഞാൻ സർജറീസ് ട്രീറ്റ്മെന്റ് ഒക്കെ കടന്നു പോയെങ്കിൽ അതിലൂടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് എന്നെ പല കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. നിനക്ക് ക്യാൻസർ ആണെന്ന് ലോകം പറയും, പക്ഷേ നീ യഹോവയെ കാത്തിരുന്നാൽ ശക്തിയെ ശക്തിയെ പുതുക്കും. നീ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും, ക്ഷീണിച്ചു നടക്കും, തളർന്നു പോകാതെ ഓടും. എല്ലാം കർത്താവിന്റെ വാഗ്ദത്തമായിരുന്നു. അതുപോലെ തന്നെ 2000-ലാണ് വന്നത്. ഇന്നിപ്പോൾ 25 വർഷം കഴിയുകയാണ്. ദൈവനെ സൗഖ്യമാക്കിയിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിന് ശേഷം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അതിനാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് ഞാൻ എല്ലാ നേരവും പറഞ്ഞുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അരുളും, ദീർഘായുസ്സുണ്ട്, ഞാൻ നിനക്ക് തൃപ്തി നൽകും. കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്ന് വളർന്ന് ആ ടീനേജ് പ്രായം കഴിയുന്നിടം വരെ ആയുസ് തരണേന്ന് ആദ്യം പ്രാർത്ഥിച്ചു. അത് പിള്ളേര് ഞാൻ അമ്മയില്ലാതെ ആകരുത് എന്ന് കർത്താവിനോട് ഞാൻ ഹൃദയം നുറുങ്ങി പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ച് 2 പേരും മാസ്റ്റേഴ്സും കഴിഞ്ഞ് കുടുംബജീവിതം ചെയ്യുന്നതൊക്കെ കാണുവാനായിട്ട് ദൈവം എനിക്ക് ആയുസ് തന്നത് കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ദയ മാത്രമാണ്. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു, അവിടുത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും എന്നുള്ളത് നിശ്ചയമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഞാൻ ഈ ക്യാൻസർ എല്ലാം കഴിഞ്ഞ് കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട് നീ ക്യാൻസർ ഹോസ്പിറ്റലിൽ തന്നെ പോയി നീ ജോലി ചെയ്യണം. ഞാൻ മടങ്ങി വന്ന് ഞാൻ 7 വർഷം അവിടെ ആയിരുന്നല്ലോ. എല്ലാ 2 മാസം കൂടുമ്പോഴും ഞാൻ ഫ്ലൈ ചെയ്ത് ഫിലഡൽഫിയ വന്ന് 2 ദിവസം ജോലി ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് എൻ്റെ ലൈസൻസ് കളയാതെ ഞാൻ സൂക്ഷിച്ചത്. അതുകൊണ്ട് എനിക്കിവിടെ വന്നപ്പോൾ ജോലി ചെയ്യാൻ പറ്റിയായിരുന്നു. 7 വർഷം ഞാൻ ഫ്ലൈ ചെയ്ത് വന്ന് കാനഡയിൽ നിന്ന് ഫിലഡൽഫിയ വന്ന് ജോലി ചെയ്താണ്. 2 മാസം കൂടുമ്പോൾ 1 മാസത്തിൽ 2 ദിവസം ജോലി ചെയ്താൽ മതി. അതുകൊണ്ട് മാസത്തിൻ്റെ എൻഡിൽ വന്ന് മാസത്തിൻ്റെ ആദ്യത്തെ 2 ദിവസം ചെയ്തിട്ട് ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ലൈസൻസ് എൻ്റെ അത് റിന്യൂ ചെയ്തിരുന്നതുകൊണ്ട് എനിക്കിവിടെ വന്ന് ജോലി ചെയ്യാനായിട്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഡയറക്റ്റ് ചെയ്തതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ സെൻ്ററായ MD ആൻഡേഴ്സൺ ക്യാൻസർ സെൻ്ററിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അവിടെ ആദ്യം എനിക്ക് ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പേടിയായിരുന്നു. ഈ ബുദ്ധിമുട്ടുകളിലൂടെയെല്ലാം ഞാൻ കടന്നു പോയതുകൊണ്ട് അതെല്ലാം നന്മയ്ക്കായിട്ട് കൂട്ടി വ്യാപരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. നിർണയപ്രകാരം നീ വിളിക്കപ്പെട്ടതുകൊണ്ട് സകലതും നന്മയ്ക്കായിട്ട് കൂട്ടി വ്യാപരിക്കും. ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി ഒത്തിരി പേരോട് ഈ ക്യാൻസർ പേഷ്യൻസിന് എപ്പോഴും ക്യാൻസറിൻ്റെ സൗഖ്യമായവരെ കാണുന്നത് ഏറ്റവും വലിയ സന്തോഷം. അവർക്കും ഇനിയും ജീവിക്കാൻ അവസരം ഉണ്ട് എന്നുള്ളൊരു ഹോപ്പ് കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അത് എൻ്റെ ഒരു വലിയ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു സുവിശേഷം പറയാനായിട്ട്. ക്യാൻസർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത്രമാത്രം കർത്താവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് അത്ര സ്പ്രെഡ് ചെയ്യുവാനായിട്ട് എനിക്ക് പറ്റുകയില്ലായിരുന്നു. എന്നാൽ അതിലൂടെ കടന്നു പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അതൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് തീർന്നു. ഒത്തിരി വർഷങ്ങൾ ഞാൻ അവിടെ ജോലി ചെയ്തു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആത്മാക്കളെ MD ആൻഡേഴ്സണിലെ ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി രാത്രികളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വചനം വായിച്ചു കൊടുക്കുകയൊക്കെ ഞാൻ ഒത്തിരി പേഷ്യൻസിന് ചെയ്യാനായിട്ട് ദൈവം എനിക്ക് ആരോഗ്യവും ബലവും വലിയ പ്രതീക്ഷയും നൽകി എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് എല്ലാ സ്തുതിയും സ്തോത്രവും ചെയ്യുകയാണ്. എനിക്ക് ആദ്യം എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ പറഞ്ഞു തീർന്നില്ലായിരുന്നു. അന്നേരം എൻ്റെ ഭവനത്തിൽ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ല 10 മക്കളായിരുന്നു. അതിൽ ഞങ്ങൾ 5 പേര്
ഞങ്ങൾ 6 പേര് കർത്താവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. എൻ്റെ ഫാദറും മദറും 20 വർഷത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. വളരെ ഭക്തി ഉണ്ടായിരുന്നാലും ഈ രക്ഷയുടെ ഉല്ലാസം അവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ലായിരുന്നു. രക്ഷയുടെ ഉല്ലാസം ഉണ്ടാകുവാനായിട്ട് ഇടയായി. 2 പേരും സ്നാനപ്പെട്ടു. ഞങ്ങളുടെ എനിക്ക് ഇത്രയും വലിയ ചർച്ചിൽ നിന്ന് ചെറിയ ചർച്ചിലേക്ക് എന്തുകൊണ്ട് ഞാൻ പോയി എന്ന് പലരും എന്നോട് ചോദിച്ചു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പെന്തിക്കോസ്തിൽ ഞാൻ പോകാനുള്ള കാരണം അവിടെ വചനപ്രകാരം ആരാധിക്കുന്നു എന്നുള്ള ഒന്ന്. പിന്നെ എനിക്ക് ക്യാൻസർ വന്നപ്പോൾ എത്രയോ മനുഷ്യരാണെന്നറിയാം ഉപസിച്ച് പ്രാർത്ഥിച്ച സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വചനപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു സഭ. അതിൽ ആരൊക്കെ വീണു എന്നുള്ളത് എനിക്ക് പ്രയാസമേ അല്ല. പ്രധാന വചനപ്രകാരം പോകുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ളത് മാത്രമാണ് ഞാൻ അവിടെ സെലക്ട് ചെയ്യാനായിട്ട്. കാരണം എനിക്ക് രക്ഷിക്കപ്പെട്ട ഉടനെ എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഇത്രയും നാൾ ഞാൻ പഠിച്ചു വെച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ മരിച്ച ശുദ്ധീകരണ സ്ഥലം ഒന്നുമില്ല. നമ്മൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കണം എന്നുള്ള 2 കൊറിന്ത്യർ 5:10 വാക്യത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ചു. പിന്നെ എനിക്ക് ഇത്രയും നാളും വിശുദ്ധന്മാരോടല്ലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതപ്പോ ഇനി എങ്ങനെ അത് തെറ്റാണോ എന്നുള്ള ഒരു പേടി എൻ്റെ ഉള്ളത്തിൽ ആദ്യമൊക്കെ എന്നാൽ വചനം വായിച്ചു വന്നപ്പോൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥൻ ഒരുവൻ മാത്രം നമുക്ക് വേണ്ടി ജീവൻ മറുവിലയായി തന്ന കർത്താവ് യേശുക്രിസ്തു മാത്രം, വേറെ ആരുമല്ല എനിക്ക് വേണ്ടി ജീവൻ തന്നെ. ആ ദൈവവചനമാണ് എന്നെ ആ ഭയത്തിൽ നിന്ന് എന്നെ മറിച്ചു കളഞ്ഞത്. പിന്നെ എന്നെ വളരെ ചിന്തിപ്പിച്ചാണ്, ഇത്രയും വിദ്യാഭ്യാസമുള്ള കത്തോലിക്ക അച്ഛന്മാർക്കൊന്നും ഇത് മനസ്സിലാകാതെ അത് എന്തുകൊണ്ട് മനസ്സിലായില്ല രക്ഷയുടെ സന്തോഷം, അതിനെക്കുറിച്ച് ആരും പ്രസംഗിച്ചില്ലല്ലോ. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് എനിക്ക് എൻ്റെ കണ്ണ് പതിപ്പിച്ചതാണ്. അനേകം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഇത് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ശിശുവിനെ പോലെ എനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞ യേശുവിൻ്റെ അടുത്ത് എന്നാൽ നമുക്കിത് മനസ്സിലാകത്തില്ല. ഇതൊരു വലിയ മർമ്മമാണ്, രക്ഷയുടെ മർമ്മം. അത് വലിയ സന്തോഷത്തിന്റെ ഒരു വലിയ അനുഭവമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും ക്രിസ്ത്യ ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല. എപ്പോഴും പ്രയാസം വരുമ്പോൾ കർത്താവ് എന്നോട് പറയും, ഈ വഴി വളരെ ഇടുക്കമാണ്, ഇത് വളരെ ഞെരുക്കമാണ്, ഇതിലൂടെ കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപ എപ്പോഴും ഉണ്ടാവും. ക്രിസ്തു എന്ന പാറമേലെ അടിസ്ഥാനമുണ്ട് അല്ലെങ്കിൽ കാറ്റുണ്ടാവും, മഴയുണ്ടാവും, രോഗം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവും. പക്ഷെ ക്രിസ്തു എന്ന ആ പാറയിലാണ് അടിസ്ഥാനമെങ്കിൽ ഒരിക്കലും വീണു പോകത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഒരു പാട്ട് എപ്പോഴും ഞാൻ പാടുന്നത്, പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു പാട്ട് എന്നെ ഈ MJ അച്ഛൻ പഠിപ്പിച്ചതാണ്. ഈ വഴി വളരെ എടുക്കും എന്നുള്ള പാട്ട് ഒന്ന്. മറ്റ് വീടും നാടും കൂടുള്ളോർ വെടിയും ഇടുക്കം ഈ പാത കടന്നിടണം, മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചു നിൽക്കണം. ആ പാട്ട് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ പാട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വലിയ കഠിനമേറിയ പ്രയാസങ്ങളൊന്നും ദൈവഭക്തന്മാർ അനുഭവിച്ചതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എനിക്ക് ഈ കഷ്ടതകളിലെല്ലാം ഉറച്ചു നിൽപ്പാനായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ സന്തോഷം അതിനൊരു കാരണമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചിന്തിക്കുന്ന ഒന്ന് തന്നെ പറയുകയും ചെയ്യുന്നതുകൊണ്ട് സങ്കടവും ദുഃഖവും ഒക്കെ വരുമ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവിനോടെല്ലാം പറയുകയും ചെയ്യുന്ന ഒരു കുടുംബജീവിതം ദൈവം തന്നു ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ വചന പഠനവും എല്ലാം വളരെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജീവിതം എൻ്റെ റോൾ മോഡലാണ്. എൻ്റെ ബ്രദറിൻ്റെ ലൈഫും എനിക്ക് റോൾ മോഡലാണ്. അവരുടെയൊക്കെ അവിശ്വാസ ജീവിതം പറയുന്നത്, കഴിയുന്നത്ര പ്രസംഗിക്കുന്നത് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് അവർ. അതെല്ലാം എന്നെ ആത്മീയ ജീവിതത്തിൽ എന്നെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷീണവും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ എന്നെ സ്വാധീനിച്ച മറ്റൊരു സ്റ്റോറിയാണ് 1964 1964 ഒളിമ്പിക്സിൽ, ടാൻസ്വാനിയയിൽ നടന്ന ഒളിമ്പിക്സിൽ സ്റ്റീവൻ അഗ്വേറി എന്ന് പറയുന്ന മനുഷ്യൻ ഒളിമ്പിക്സിൽ ഓടുവാൻ പോയി. എന്നാൽ പകുതി ആയപ്പോൾ വലിയൊരു അപകടം ഉണ്ടായി, കാലിന് മുറിവുണ്ടായി. പിന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടിയാണ് എന്നാലും പുള്ളിക്കാരൻ ഓടി തീർക്കണമെന്ന് വലിയ ആഗ്രഹം. എല്ലാവരും ആദ്യം മുന്നോട്ട് ഒളിമ്പിക്സിൽ പോയവരെല്ലാം പാസ്സായി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പുള്ളി പതുക്കെ നിരങ്ങി അങ്ങ് ചെല്ലുകയാണ്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ചട്ടി പോയപ്പോഴത്തേന് തൻ്റെ ഫാദർ ഇറങ്ങി വന്ന് എൻകറേജ് ചെയ്തെന്നാണ് പറയുന്നത്. ഞാൻ വായിച്ചതായത്. അങ്ങനെ കുറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്
ഇടയ്ക്ക് മുറിവുകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ അപ്പൻ ഇറങ്ങി വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് അവസാനം വരെ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിക്കാൻ തക്കോണം എൻ്റെ യേശു മതിയായ ദൈവമാണ്. എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ നടത്തുന്ന. ഈ രക്ഷയുടെ അനുഭവം ഉണ്ടായാൽ, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടാൽ ഒന്നിനും വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വേർതിരിക്കാൻ കഴിയത്തില്ല. അത് കർത്താവിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ഇമോഷണലി രക്ഷിക്കപ്പെടുന്നതല്ല ഞാൻ പറഞ്ഞേ. ആ ഒരു കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചാൽ അതിക്രമം മുഴുവനും മായ്ച്ചു കളയുന്ന ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടാല് ക്രിസ്ത്യ ജീവിതം വളരെ സന്തോഷമാണ്. ബുദ്ധിമുട്ടില്ലെന്നല്ല പറയുന്നത്. ഈ കടലിന്റെ ഏറ്റവും ആഴത്തിലൊരു സ്ഥലമുണ്ട്. വേളില് കപ്പലുകൾ പോകുന്നു, ഫിഷുകൾ കളിക്കുന്നു, എല്ലാം ഉണ്ട്. എന്നാൽ ഏറ്റവും അടിയില് ഒരു സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. അവിടെയാണ് വളരെ കാമാണ്. അതിന്റെ വെള്ളത്തിന് മേളിൽ എന്തെല്ലാം നടന്നാലും ഈ സ്ഥലം വളരെ സോഫ്റ്റ് ആയിട്ട് ഒട്ടും അനങ്ങാതെ വളരെ നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം ഏറ്റവും ആഴത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതാ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ ഒരു വലിയ സമാധാനം. ഒന്നിനും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല. ചുറ്റൊക്കെ എങ്ങനെ നടന്നുകൊള്ളട്ടെ, അതൊന്നും ക്രിസ്തീയ ജീവിതത്തിൽ ഇതുവരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ആ വലിയ സമാധാനം. അതാ ദൈവത്തിന് വചനത്തിൽ എഴുതുക, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ഇത് ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല ദൈവം തന്നിരിക്കുന്നത്. ആ കടലിന്റെ ആഴത്തിൽ ആ നിശ്ചലമായ വളരെ ശാന്തമായിരിക്കുന്ന ആ ശാന്തതയാണ് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് കഴിഞ്ഞ ഈ 25 വർഷത്തിലെ ക്യാൻസർ ഫ്രീ ആയതിനു ശേഷം ഒത്തിരി സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പറയാനായിട്ട് ഇടയായിത്തീർന്നു. പല രാജ്യങ്ങളിൽ പോകാനായിട്ട് ദൈവം എനിക്ക് ആരോഗ്യം നൽകി. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞങ്ങൾ ചൂരൽമലയിൽ ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഒരു ടീം മെഡിക്കൽ ക്യാമ്പിനായിട്ട് കടന്നു വന്ന് ഒത്തിരി പേരോട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനും അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാനും ഇടയായി തീർന്നു. പല രാജ്യങ്ങളിൽ പോകാനായിട്ട് ദൈവം എനിക്ക് ആരോഗ്യം നൽകി. ഒത്തിരി പേരെ കർത്താവിൻ്റെ ഈ സ്നേഹത്താൽ എനിക്ക് എൻ്റെ ഉള്ളത്തിൽ തന്ന സന്തോഷത്തെ ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. എല്ലാം കർത്താവിൻ്റെ കൃപ മാത്രമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം ദൈവം തൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നു. ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവത്തിന് വലിയ വ്യത്യാസം ഉണ്ടായി, ആഗ്രഹങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായി, സ്നേഹത്തിന് വ്യത്യാസം ഉണ്ടായി. എല്ലാം സഹിക്കുന്ന സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം ദൈവം എൻ്റെ ഹൃദയത്തിൽ പകർന്നു. അതാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും അതാണ് സന്തോഷം. കർത്താവിനെ സേവിപ്പാനായിട്ട് പാസ്റ്ററുടെ ഭാര്യയായിട്ട് കഴിഞ്ഞ 40 വർഷമായിട്ട് ശുശ്രൂഷിക്കുകയാണ്. ഈ ജോലിയോടുള്ള ബന്ധത്തിൽ ഇവിടെ വന്നിട്ട് എനിക്ക് ഇച്ചിരി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ പഠിക്കാൻ കയറിയത് കൊണ്ട് എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ചെറിയ കോഴ്സുകളെടുത്തു. ഹൗ ക്യാൻ ബി എ ഗുഡ് പാസ്റ്റേഴ്സ് വൈഫ്, ഞാൻ പഠിച്ച കോഴ്സാണത്. പിന്നെ എങ്ങനെ ഒരു നല്ല ഭാര്യയായിട്ട് ഇരിക്കാൻ പറ്റും, എങ്ങനെ ഒരു ഗോഡ്ലി മദറാകാൻ പറ്റും, കർത്താവിൻ്റെ വചനം ലജ്ജയില്ലാതെ സുവിശേഷം എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും, ഇതിനുള്ള ചെറിയ കോഴ്സുകളൊക്കെ ഞാൻ എടുത്തു. ഹൗ ക്യാൻ ഐ പ്രേ, ദൈവത്തോടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ട രീതി, സുവിശേഷം പറയേണ്ട രീതി, വചനം ധ്യാനിക്കേണ്ടത്, ഇങ്ങനെയുള്ള കോഴ്സുകളാണ് എടുത്തത്. എങ്ങനെ നല്ലൊരു ഭാര്യയായിരിക്കാം, എങ്ങനെ നല്ലൊരു പാസ്റ്റർ ഭാര്യയായിരിക്കാം, ഇങ്ങനെയുള്ള ചെറിയ സെമിനാറുകളൊക്കെ പോയി ദൈവം എനിക്ക് അറിവുകൾ തന്നു. എന്നാലും എല്ലാം പെർഫെക്റ്റ് ആണോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റൊന്നുമല്ല. നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് കർത്താവിന് പ്രിയമുള്ള ഒരു പൈതലായിട്ട് അവസാനം വരെ സഹിച്ചു നിൽക്കണമെന്നാണ്. ആ സ്റ്റീവൻ അഗ്വാരിയെ അപ്പൻ വന്ന് സഹായിച്ചതുപോലെ എൻ്റെ യേശു എല്ലാ കഷ്ടസമയത്ത് ഇറങ്ങി വന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നും ലഭിച്ചു എന്നല്ല, ലഭിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. കർത്താവിൻ്റെ കൃപ തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവം എനിക്ക് ഇത്രയും ആരോഗ്യം തന്നല്ലോ. ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാൻ ഡബിൾ സ്ട്രെങ്ത് ആണ്. അന്ന് ദൈവത്തിന് വാഗ്ദത്തം ചെയ്തതാണ്, എന്നെ കാത്തിരുന്നാൽ ഞാൻ നിനക്ക് വളരെ ശക്തിയെ പുതുക്കും. എനിക്ക് അന്ന് രോഗം വരുന്നതിന് മുമ്പ് ഉണ്ടായതിനേക്കാളിലൊക്കെ ഇരട്ടി ശക്തിയാണ് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നു. എല്ലാറ്റിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരെ രക്ഷിക്കപ്പെടാതെ ഒരിക്കലും, അൺലെസ് യു ബോൺ അഗൈൻ യു വിൽ നെവർ എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് അറിയണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരുടെ ക്യാമ്പിൽ കടന്നു പോകാനായിട്ട് ഇടയായിത്തീരുന്നത്. കുറച്ചുകൂടെ അറിയണം എന്നൊരാഗ്രഹം വരുമ്പോൾ ദൈവം എല്ലാ വഴികളും വിശാലമാക്കി തരും. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ കർത്താവ്.
എല്ലാ ആവശ്യങ്ങൾക്കും മതിയായവനാണ്. രോഗത്തിന് മതിയായവൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് മതിയായവൻ. കല്യാണത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, 1 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമായിരുന്നു വിവാഹത്തിന് മുൻപ്. എന്നാൽ വിവാഹത്തോടു കൂടെ സാമ്പത്തിക ഞെരുക്കം എല്ലാം മാറ്റി. എന്നാൽ ഒത്തിരി രോഗങ്ങൾ വന്നു. എപ്പോഴും നമുക്ക് ലൈഫിൽ ഒന്നിലെ രോഗമായിരിക്കാം, സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, അല്ലെങ്കിൽ നിന്ദയായിരിക്കാം. പ്രശ്നങ്ങളില്ലാത്ത ക്രിസ്ത്യ ജീവിതമില്ല. ഈ വഴി വളരെ ഇടുക്കമുള്ളതാണ്. കടക്കുന്നവർ വളരെ ചുരുക്കം അത്രേ. അതിലൂടെ കടന്ന് അവസാനം വരെ സഹിച്ചു നിൽക്കാനുള്ള ദൈവം എനിക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ സെലിൻ ആൻറ്റി. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവത്തിൻ്റെ കൃപ എത്ര അവർണ്ണനീയമാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു കത്തോലിക്ക കുടുംബത്തിൽ 10 മക്കളിൽ ഒരാളായി ജനിച്ച് നല്ല അറിഞ്ഞതായ ആ ഒരു ജീവിത നിലവാരം അനുസരിച്ച ഭക്തിയുള്ള ഒരു ബാല്യകാലത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആ വാത്സല്യ മാതാവ് തനിക്ക് ലഭിച്ചതായ ആ ഒരു അറിവനുസരിച്ചുള്ളതായ ഭക്തിയിൽ ജീവിക്കുകയും മക്കളെ വളർത്തുകയും ചെയ്തു. അമ്മയ്ക്കും ഒരു കന്യാസ്ത്രീ ആകണമെന്ന് ആഗ്രഹിച്ചു, അതിന് കഴിഞ്ഞില്ല. എന്നാൽ പകരം മകളെ സെലിൻ ആൻറ്റിയെ പകരം ആ സ്ഥാനത്തേക്ക് താല്പര്യത്തോടുകൂടി നിയോഗിച്ചയക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് അതിലേറെ ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തിൽ കർത്താവിൻ്റെ യഥാർത്ഥ മണവാട്ടിയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് യോഗ്യതയുള്ളവളാക്കി തീർത്തു. അത് ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ കോളേജിലെ ജീവിതത്തെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒത്തിരി നല്ല ഓർമ്മകൾ പറഞ്ഞു. നല്ല മെച്ചപ്പെട്ട നിലവാരവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു തലത്തിൽ മുന്നോട്ട് പോകുവാൻ അല്ലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. പകരം കർത്താവിൻ്റെ ഉത്തമ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പിന്നത്തേതിൽ അമേരിക്കയിലും പോയി കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ, പ്രത്യേകിച്ച് സുദീർഘമായ വർഷങ്ങൾ ദൈവസഭയുടെ ശുശ്രൂഷയ്ക്കൊക്കെ മുൻനിരയിൽ നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനൊക്കെ ദൈവം ഉപയോഗിച്ച നല്ല അനുഭവങ്ങൾ. മാത്രമല്ല കഴിഞ്ഞ 25 വർഷമായി അനുഭവിക്കുന്ന അത്ഭുത രോഗസൗഖ്യം, കാൻസർ എന്ന് പറയുന്ന അതിഭീകരമായ ഒരു രോഗം, അത് ഒരു വ്യക്തിയിലുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ മനസ്സ് എല്ലാം കൊണ്ടും തളർന്ന് ജീവിതം അവസാനിച്ചു എന്നുള്ള ആശങ്കയോടുകൂടി ഇനിയും എന്ത് മരണം മാത്രം മുന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ ജനജീവിതങ്ങൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. എന്നാൽ അവരുടെ നടുവിൽ കഴിഞ്ഞ 25 വർഷമായി അത്ഭുത രോഗസൗഖ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉത്തമ സാക്ഷ്യം വഹിക്കുവാനും കർത്താവ് കൃപ ചെയ്തു. എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം, കുടുംബജീവിതം, ശുശ്രൂഷാ മണ്ഡലങ്ങൾ, പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് കൂട്ടിനും കൂട്ടായ്മയ്ക്കുമായി തന്നു. അതുപോലെ സഹോദരങ്ങളിൽ പലരും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രാരംഭത്തിൽ ഓർപ്പിച്ചപ്പോൾ പറയുകയുണ്ടായി, ഒരു മന്ത്രിയായി തീരാൻ ഒരു പക്ഷെങ്കിൽ സാധ്യത ഉണ്ടാകാമായിരുന്നു. അതുകൊണ്ട് ആ നിലയിൽ കോഴ്സ് പോലും തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഇന്ന് അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠകരമായ ഒരു മന്ത്രിസഭയിലെ അംഗമായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അപ്പോൾ ആ മന്ത്രിസഭയിലെ അത്ഭുതങ്ങളുടെ മന്ത്രിയുടെ കൂട്ടത്തിൽ ഒരത്ഭുത വിഷയമായി ഇന്ന് ഒരംഗമായിരിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തല്ലോ. ആ മഹാ ദൈവീയ പദ്ധതികൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയാൻ്റെയും കുടുംബത്തെയും ശുശ്രൂഷാ മണ്ഡലങ്ങളെയും കർത്താവ് പിന്നെ അനുഗ്രഹിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും തരട്ടെ. നമുക്ക് ദൈവത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമാറ്റിയുടെ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൻ്റെ ദാസിയുടെ ജീവിതാനുഭവങ്ങൾ മാതൃകയാക്കാവുന്നതാണ്, അനുഗ്രഹമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന, അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ സാഹചര്യങ്ങളുടെ നടുവിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന
ഇന്നും ജീവിക്കുന്ന, ഇന്നും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന ജീവിതത്തിലെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഈ സാക്ഷ്യങ്ങൾ നമുക്ക് വിശ്വാസമായി പരിണമിക്കട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കവാചകങ്ങളിൽ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഞങ്ങൾ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ രാജ, മനോഹരമായ സമയത്തിനായിട്ട് അടി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ ഹല്ലേലൂയ അത് മനസ്സിലാക്കുവാൻ, കൽവറി സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിപ്പാൻ അടി നിന്ന് തിരഞ്ഞെടുത്തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കായിട്ട് അടിയാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവെ, അവരുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ, ഈ ആനന്ദത്തിൻ്റെ അവസ്ഥ അവർക്കൊക്കെ ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. നീ അങ്ങനെ ചെയ്യുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഇതുപോലൊരു നല്ല അവസരം കർത്താവെ നിന്നെ ഉയർത്തുവാൻ അടിഞ്ഞു തന്നല്ലോ, അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കർത്താവിൻ്റെ നാളിലേക്ക് നിർമ്മലരായി ഇടർച്ചയില്ലാത്തവരായി നിൽപ്പാൻ കർത്താവ് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. രോഗികളായിട്ട് ആരും നീ കഷ്ടപ്പെടുന്നെങ്കിൽ എങ്ങനെ സൗഖ്യമാക്കിയ ആ വലിയ കരം നീ തൊടുമാറാകണം എന്നടി നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കർത്താവെ സ്തോത്രം. മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ആ വലിയ കരം, ആ വലിയ സമാധാനം നൽകുന്ന കരം തൊടുമാറാകണമെന്നാ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അരോമ ടിവിക്ക് വേണ്ടി ഇടയും പ്രാർത്ഥിക്കുകയാണ്. ഇതിലൂടെ അനേകരെ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ദൈവനാമ മഹത്വവും അനേകരുടെ വിടുതലിനും കാരണമാക്കി തീർക്കണമേ. മിസ്റ്റർ ഡാനിയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു സജ്ജീകരണം ഒരുക്കുവാൻ നിന്റെ ദാസിന് കൊടുത്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. കുടുംബമായിട്ട് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജന്മിച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ സെലിന ആൻറ്റി. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കുന്ന ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രിയ ആൻറ്റിയോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുന്ന നല്ല സാക്ഷ്യങ്ങളെ പിന്നെയും പറയുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ ടിവിയുടെ ഓരോ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ aroma.tv.co.in വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും സാക്ഷ്യവുമായി വീണ്ടും കൂടിക്കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.